Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. Good afternoon, ma'am. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഞാനിവിടെ ഓൾ മ്യൂട്ട് കൊടുക്കും. ഇന്നത്തെ ക്ലാസ് തുടങ്ങുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? നമ്മള് ബ്ലഡ് ബാങ്ക് അല്ലെ, ബ്ലഡ് ബാങ്കിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് കണ്ടിരുന്നു അല്ലെ, ഫങ്ഷൻസ് കണ്ടിരുന്നു. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്തായിരുന്നു? ഓർഗാനോഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഫാദർ ആരാണെന്നൊന്ന് പറയാമോ? ഫാദർ ഓഫ് ബ്ലഡ് ബാങ്ക് ആരാണ്? Charles Richard Drew. വെരി ഗുഡ് സുമി, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഒരു 2 ഫങ്ഷൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പറയുന്ന ആള് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. 2 ഫങ്ഷൻസ് ഏതെങ്കിലും ഒന്ന് പറയാമോ? 2 എണ്ണം ആരുമില്ലേ? Swift response, സ്വിഫ്റ്റ് റെസ്പോൺസ് കറക്റ്റ് ആണ്. validating pre-transfusion, And request. valuation of immunological, ഓക്കെ, choosing suitable blood components. ഓക്കെ, വായിച്ചിരുന്നു അല്ലെ. പിന്നെ നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? എവിടെയാണ്? ഫസ്റ്റ് ഫ്ലോറിലാണോ? സെക്കൻഡ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ഈസി വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓർഗാനോഗ്രാം ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാൻ പോവാണ്. എല്ലാരും ഊണൊക്കെ കഴിച്ചില്ലേ? ശരി, ഓൾ മ്യൂട്ട് ചെയ്തേ കേട്ടോ. ഇനി നമ്മള് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം കേട്ടോ. നമുക്ക് അടുത്ത എന്താണ് അതിനകത്ത് പറയുന്നത് നോക്കൂ. വാട്ട് ടെസ്റ്റ്സ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. അതായത് ബ്ലഡ് ബാങ്കിൽ എന്തെല്ലാം ടെസ്റ്റുകളാണ് നടക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു ബ്ലഡ് ബാങ്കിനകത്ത് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ആണല്ലോ. അപ്പോ അതില് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. A certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. എന്താണ് അവിടെ പറയുന്നത്? അതായത് വൺസ് ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യപ്പെട്ട, ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? വരുന്ന ബ്ലഡില് ഒരു സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ, അതായത് ഒരു കൂട്ടം പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ അതിന് നടത്തും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പ്രത്യേകം പറയുന്നുണ്ട്, ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദി ഫോളോയിങ്. താഴെ പറയുന്ന ടെസ്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ള പല ടെസ്റ്റുകളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് താഴെ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ മാത്രമാണ് നമുക്ക് പരിശോധിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ എന്തിന്റെ ടെസ്റ്റിംഗ് അവിടെ നടക്കുന്നത് നോക്കിയേ. ടൈപ്പിംഗ്, അതായത് ABO ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ടൈപ്പ് എന്തായിരിക്കും? അതെ, വന്ന ബ്ലഡിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ എവിടെ നടക്കുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. വരുന്ന ബ്ലഡ് ഏത് ഗ്രൂപ്പാണ് നമുക്ക് തിരിച്ചറിയണ്ടേ? ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടതാണെന്നുള്ള അറിയാനുള്ള ടെസ്റ്റിങ്ങുകൾ ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സാധാരണ മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പൊതുവെ കോമൺ നമ്മൾ എന്താ പറയാ? ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാ. എന്താണ് പറയാ? ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്.
എന്താണ് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം? അതായത് 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഇന്നൂടെ പറയാം. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ABO ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ തോന്നരുത്. എയും ബിയും ഒയും മാത്രമാണെന്ന് തോന്നരുത്. 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്. അത് എയും ബിയും പിന്നെ ABയും ഒയും എന്നിവയാണ്. മനസ്സിലായോ? ഇനി ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ ബ്ലഡിനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചത് ആരാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പേരാണ് കാൾ ലാൻഡ്സ്റ്റെയ്നർ. ആരാണ്? കാൾ ലാൻഡ്സ്റ്റെയ്നർ. ബ്ലഡിനെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിച്ച വ്യക്തി ആരാണ്? കാൾ ലാൻഡ്സ്റ്റെയ്നർ. ഞാൻ അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് ബാങ്കിന്റെ പിതാവ് പഠിച്ചു. എന്നതുപോലെ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന RH ഫാക്ടർ ഒക്കെ പറയുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇൻവെന്റർ എന്ന് പറയുന്നത് കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ് കേട്ടോ. കാൾ ലാൻഡ്സ്റ്റെയ്നർ. സ്പെല്ലിംഗ് നോട്ട് ചെയ്തോളൂ. KARL. കാൾ. KARL LANDSTEINER. കിട്ടിയോ? കാൾ ലാൻഡ്സ്റ്റെയ്നർ. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയില്ലേ? ഓക്കെ. എന്നൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഞാനോ ഒന്നുകൂടെ പറയണോ? അമൃത ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ കേട്ടോ. കാൾ ലാൻഡ്സ്റ്റെയ്നർ. KARL. കാൾ ലാൻഡ്സ്റ്റെയ്നർ. LANDSTEINER. കിട്ടിയോ? അതെമോ? ഷിജിന കറക്റ്റ് ആണ്. കാൾ ലാൻഡ്സ്റ്റെയ്നർ കറക്റ്റ് ആണ് കേട്ടോ മോളെ. കറക്റ്റ് ആണേ. കാൾ ലാൻഡ്സ്റ്റെയ്നർ. അപ്പൊ അത് ബ്ലഡുകളെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചതും അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്ന RH ഫാക്ടർ ഒക്കെ കണ്ടെത്തിയത് ഈ പറഞ്ഞ കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിലോട്ട് വരാം. ഞാൻ എന്താ പറഞ്ഞത്? മനുഷ്യന്റെ പൊതുവെ നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബ്ലഡിനെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിച്ചതെന്ന് അറിയാമോ? അത് വന്നിട്ട് നമ്മുടെ ബ്ലഡിനകത്ത് RBC ഉണ്ട്, അതായത് റെഡ് ബ്ലഡ് സെൽസ് അഥവാ അരുണ രക്താണുക്കളുണ്ട്. അപ്പൊ അതിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആന്റിജനുകളുടെ സാന്നിധ്യമാണ് ബ്ലഡിനെ നമ്മളിങ്ങനെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിക്കുന്നതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ ആന്റിജനും കറക്റ്റ് ആണ് കേട്ടോ. അതായത് RBCയുടെ ഷീജാമോൾ കെയർ RH-നെ കുറിച്ചല്ല നമ്മളിപ്പോ പറയുന്നത് കേട്ടോ. അതിനെ കുറിച്ചല്ല രണ്ടാമത്തെ നമ്മൾ പറയുന്നുള്ളൂ. അതായത് ബ്ലഡിനെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ RBCയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആന്റിജനുകളുടെ സാന്നിധ്യമാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ്. ഞാൻ A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ്. പോസിറ്റീവ് നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ, A ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ്. എങ്ങനെയാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് എനിക്ക് മനസ്സിലായത്? എങ്ങനെയാ? എന്റെ ബ്ലഡ് കളക്ട് ചെയ്തു, അത് ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് എന്താണ്? ആന്റിജൻ എയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. എന്താണ്? ആന്റിജൻ എയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അനുമാനിച്ചു? A ഗ്രൂപ്പിൽ പെട്ട A ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ. ഇനി വേറൊരാളുടെ കേസ് എടുത്താണ്. അദ്ദേഹത്തിന്റെ ബ്ലഡ് ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തു, ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് ആന്റിജൻ ബിയുടെ സാന്നിധ്യമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൽ നിന്നും അദ്ദേഹം B ഗ്രൂപ്പിൽ പെട്ട ആളാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അതുപോലെ വേറൊരാളുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് ഇതുപോലെ തന്നെ ടെസ്റ്റിന് വിധേയമാക്കുന്നു. അപ്പൊ അതിനകത്ത് എന്താണ്? ആന്റിജൻ എയുടെയും ബിയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അതിൽ നിന്നും അദ്ദേഹം AB എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണെന്ന് അനുമാനിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരാളുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു ആന്റിജൻസിന്റെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിയില്ല. അതായത് ആന്റിജൻ എയും ഇല്ല, അതിനകത്ത് ആന്റിജൻ ബിയും ഇല്ല. അപ്പൊ എന്താന്ന് പറഞ്ഞു? അത് O ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്തു. കറക്റ്റ് ആണ് കേട്ടോ, ജോബി കറക്റ്റ് ആണ്. O ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്തു. തിരിച്ചു പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജനും B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് B എന്ന ആന്റിജനും അതുപോലെ AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്നും B എന്നും പറയുന്ന ആന്റിജൻസും. ഇനി നോക്കുക, ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്, ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് നാലെണ്ണത്തില്? അത് O ഗ്രൂപ്പ് ആണ് കേട്ടോ. അത് ക്ലിയർ ആയല്ലോ. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം കേട്ടല്ലോ. അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയാം അല്ലെ, നമ്മൾ പറഞ്ഞു ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നമുക്ക് ബ്ലഡ് കൊടുക്കാൻ എല്ലാവരെയും നിന്നൊക്കെ നമുക്ക് സ്വീകരിക്കാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെ. അത് മാച്ച് ചെയ്ത് പോകുന്ന തരത്തിലായിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടി വരും, അതായത് നമ്മുടെ ബ്ലഡ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ആരിൽ നിന്ന് നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടാബുലർ കോളം തരാം. അപ്പൊ നിങ്ങൾ അത് എഴുതി വെക്കണം, നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കണം. കാര്യം അതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോ പറഞ്ഞല്ലോ ബ്ലഡ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് RBCയുടെ ഉപരിതലത്തിലുള്ള ആന്റിജനുകളുടെ സാന്നിധ്യമാണ്. അപ്പൊ ഓരോ ആന്റിജനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ആന്റിബോഡീസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ A എന്ന് പറയുന്ന ആന്റിജന് കറസ്പോണ്ടിങ് ആന്റിബോഡി ഏതായിരിക്കും? അത് B ആയിരിക്കും. ഏതായിരിക്കും? B ആയിരിക്കും. മനസ്സിലായോ? ഒരു ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജനും ആന്റിബോഡിയും ഡിഫറെന്റ് ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ മനസ്സിലാകുന്നേ? അൽഫിയ നമ്മളത് അടുത്ത ഫാക്ടറിൽ പറഞ്ഞു കേട്ടോ. ഞാനിപ്പോ അതിലേക്ക് വരുന്നുള്ളൂ. നമ്മളിപ്പോ ആദ്യത്തെ കാര്യം പറഞ്ഞു, ABO ഗ്രൂപ്പിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് പറയാം, അത് അടുത്ത ഫാക്ടറിലോട്ട് വരട്ടെ കേട്ടോ. അപ്പൊ അന്നേരം നമുക്കത് പറയാം. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ടാബുലർ കോളം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ അതിൽ നിങ്ങൾക്കത് ക്ലിയർ ആകും. അതോടൊപ്പം തന്നെ എന്താ പറഞ്ഞ, ആന്റിജൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി ബിയും, ബി എന്ന് പറയുന്ന ആന്റിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി എയും ആയിരിക്കും. മനസ്സിലായോ? ഒരു ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജനും ആന്റിബോഡിയും ഡിഫറെന്റ് ആയിരിക്കും. ഇനി നമ്മൾ അത് ബ്ലഡ് ഗ്രൂപ്പിലുള്ള കേസ് നമുക്ക് ജനറ്റിക്കലി കിട്ടുന്ന കാര്യമാണ്. അതല്ലാതെ നമ്മൾ പലപ്പോഴും ആന്റിജൻ എന്നും ആന്റിബോഡി എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആന്റിജൻ ആന്റിബോഡി ഒക്കെ നമുക്ക് തോന്നാം, എന്താണ് ഈ ആന്റിജൻ, എന്താണ് ഈ ആന്റിബോഡി എന്നൊക്കെ നമുക്ക് തോന്നാം അല്ലെ. എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകൂടി പറയാമോ? ഫസ്റ്റ് പോയിന്റ് ഏത് പോയിന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞത് ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് O ഗ്രൂപ്പ്. അതാണ് ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ഗ്രൂപ്പ് ABO അല്ലെ. ABO എന്ന് പറയുമ്പോൾ മനുഷ്യന് പൊതുവെ നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട്. അതിനെ കോമൺ ആയിട്ടാണ് നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട് കേട്ടോ. അതിനെയാണ് നമ്മൾ കോമൺലി ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആന്റിജൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണമെന്നൊന്നും ഇല്ലാട്ടോ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. എന്താണ് ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ, എന്നോട് പറയാം, മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുന്ന രാസവസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? ആന്റിജൻസ് എന്ന് പറയാം. നമ്മളൊക്കെ പറയുന്ന ആന്റിജൻസ് അതാണ് കേട്ടോ. അതായത് മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുന്ന രാസവസ്തുക്കളെ നമുക്ക് ആന്റിജൻസ് എന്ന് പറയാം. അപ്പൊ ഒരു ഡൗട്ട് തോന്നും, എന്താണ് ഈ സംഭവം? അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പനി വരാറുണ്ട് അല്ലെ. നമുക്ക് പനി വരാറുണ്ടല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ നല്ല ചൂടുണ്ടാവും അല്ലെ, നമ്മുടെ നെറ്റിയിലൊക്കെ നല്ല ചൂട് അനുഭവപ്പെടും. എന്താണ് നമ്മൾ പറയും പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണെന്നാണ് നമ്മൾ പറയാറ്. ആണല്ലോ, രോഗമല്ല, അത് രോഗലക്ഷണമാണ്. എന്തിന്റെ രോഗലക്ഷണമാണ്? പുറത്തുനിന്ന് മറ്റേതെങ്കിലും ബാക്ടീരിയയോ വൈറസോ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ മാറ്റർ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമാണ് അല്ലെ. ഒന്നുകൂടി പറയാമോ? എന്താണ് ഒന്നുകൂടെ പറയേണ്ടത്? ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഒന്നുകൂടെ പറയാൻ മാത്രം ഒന്നും എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ഇപ്പം പറഞ്ഞത് ആന്റിജൻസ് എന്താണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കി തരാം കേട്ടോ, വ്യക്തമാക്കി തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അതായത് മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജൻസ് എന്ന് പറയുന്നത്. അതെന്താണ് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം നമ്മളുടെ ബോഡി, നമുക്ക് ഒരു വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാമെന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് തന്നെ എന്തുണ്ട്, ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബോഡീനെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ആ ഒരു ബാക്ടീരിയനെ അല്ലെങ്കിൽ വൈറസിനെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും, ബോഡി അതിന്റെ ടെമ്പറേച്ചർ അങ്ങ് ഉയർത്തും അല്ലെ. ബോഡി എന്തിനാ ടെമ്പറേച്ചർ ഉയർത്തുന്നത്, ആ സാധനത്തിന് പുറത്തുനിന്നും വന്ന നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച അത് ചിലപ്പോൾ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഇനി ഫോറിൻ മാറ്റേഴ്സ് എന്തായിരിക്കാം, അതിനെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ആ ടെമ്പറേച്ചർ കൂട്ടും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ പനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി ഞാൻ പറയുന്ന ആ ഒരു ഡെഫിനിഷനുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഒത്തുനോക്കി. ഞാൻ എന്താ പറഞ്ഞത്, മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണം. ഇവിടെ എന്ത് പ്രതികരണം ചെയ്ത ബോഡി, ആ ടെമ്പറേച്ചർ അങ്ങ് റേസ് ചെയ്തു അല്ലെ, ആ ടെമ്പറേച്ചർ അങ്ങ് കൂട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ വൈറസ് അല്ലെങ്കിൽ ആ ഫോറിൻ മാറ്ററിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്തു, ആ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താ ചെയ്തത്, മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിച്ചു അല്ലെ. പ്രേരിപ്പിച്ച രാസവസ്തുക്കളെ നമുക്ക് ആന്റിജൻസ് എന്ന് പറയാം. അപ്പൊ ആരാ അവിടെ പ്രേരിപ്പിച്ചത്, ആ ബാക്ടീരിയ, അതല്ലെങ്കിൽ ആ വൈറസ് അല്ലെങ്കിൽ ആ ഫോറിൻ മാറ്റർ വന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ബോഡിയുടെ ആ പ്രതിരോധ പ്രതികരണമായ ആ ഒരു ടെമ്പറേച്ചർ കൂടാനായിട്ട് ആ പ്രേരണ കൊടുത്തത് ഇവരാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റിജൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇത് എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് പറഞ്ഞതാണ് കേട്ടോ. ഇതെന്താ പറഞ്ഞത്, മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജൻസ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ആന്റിബോഡി എന്ന് പറഞ്ഞാല്, ആന്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആന്റിജൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റിബോഡി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റിബോഡി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആന്റിജൻ ഒന്നുകൂടി പറയാമോ? അവിടെ ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിട്ട്, ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നമ്മുടെ RBC-ക്കകത്തുള്ള ആന്റിജൻ വേറെയാണ്. അതല്ലാണ്ട് നമ്മൾ കേൾക്കുന്ന ആന്റിജൻസ് എന്ന് പറയുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു രാസവസ്തുക്കളെയാണ് നമ്മൾ പൊതുവെ ആന്റിജൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതവിടെ നിൽക്കട്ടെ, അതൊന്നും നിങ്ങൾക്ക് എക്സ്ട്രാ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്ന ആ പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ആന്റിബോഡി എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ടാബുലാർ കോളത്തിലോട്ട് വരാം. അവിടെയാണ് കേട്ടോ, അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അതനുസരിച്ച് എഴുതണം. ഈ ടാബുലാർ കോളത്തില് ബ്ലഡ് കമ്പാറ്റബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ടാബുലാർ കോളം, ഇപ്പൊ നമ്മുടെ ബ്ലഡ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ നമുക്ക് സ്വീകരിക്കാം, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ A ഗ്രൂപ്പിൽ പെടുന്നതാണ്. എനിക്ക് ആർക്കൊക്കെ കൊടുക്കാനായിട്ട് ആന്റിബോഡി ഒന്നുകൂടെ പറയുമോ? ആന്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻസ്, അതായത് ആന്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ ഞാൻ വിശദമാക്കി പറയേണ്ട. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ ആന്റിബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ടാബുലാർ കോളത്തിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മുടെ ഓരോരുത്തരുടെ ബ്ലഡ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം, ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട്, ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ചിലപ്പോൾ ഇടയിൽ നിന്നൊക്കെ കയറി ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്ന് പറയുന്നത് ശ്രദ്ധിച്ചെഴുതാം. ആദ്യം തന്നെ നിങ്ങൾ 5 കോളംസ് വരയ്ക്കും കേട്ടോ. 5 കോളംസ്, ഇങ്ങനെ 5 കോളംസ്. അതിനിപ്പോ സ്കെയിലും പെൻസിലും എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അതിനോട് തന്നെ ചുമ്മാ ഒരു 5 കോളംസ് നിങ്ങൾ വരച്ചു വെക്കണം. 5 കോളംസ് വരച്ചല്ലോ. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ആദ്യത്തെ കോളം കേട്ടോ, ഫസ്റ്റ് കോളം. 5 കോളം നിങ്ങൾ വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിന് ഹെഡിങ് കൊടുത്തോളൂ ബ്ലഡ് ഗ്രൂപ്പ്. ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് സെക്കൻഡ് കോളം. സെക്കൻഡ് കോളത്തിന് ഹെഡിങ് കൊടുത്തോളൂ ആന്റിജൻ. എന്താണ്? ആന്റിജൻ. അടുത്തത് മൂന്നാമത്തെ കോളത്തില് എഴുതിക്കോളൂ ആന്റിബോഡി. ഇതാണ് ആന്റിബോഡി. ഓക്കെ, ഇനി ഫോർത്ത് കോളം. ഫോർത്ത് കോളത്തിന്റെ ഹെഡിങ് കൊടുത്തോളൂ ഡൊണേറ്റഡ് ടു. ഡൊണേറ്റഡ് ടു അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോളൂ
ആർക്കൊക്കെ നൽകാം, ആർക്കൊക്കെ നൽകാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി കേട്ടോ. ഡൊണേറ്റഡ് ടു ഞാൻ ഇതിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആർക്കൊക്കെ നൽകാമെന്നും ആരും എഴുതി വെച്ചാൽ മതി. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആർക്ക്, നമ്മുടെ ബ്ലഡ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ലാസ്റ്റ് കോളം, ഫൈനൽ കോളം, ഫിഫ്ത് കോളം, അതിന്റെ ഹെഡിങ് എഴുതി വെച്ചോളൂ. റിസീവ് ഫ്രം, റിസീവ് ഫ്രം, ആരിൽ നിന്നും അല്ലെങ്കിൽ ആരിൽ നിന്നും സ്വീകരിക്കാം, അങ്ങനെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ആരിൽ നിന്നും സ്വീകരിക്കാം, അതായത് എനിക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? 5 കോളംസ് വരച്ചു. ഫസ്റ്റ് കോളത്തിന്റെ ഹെഡിങ് ബ്ലഡ് ഗ്രൂപ്പ്, സെക്കൻഡ് കോളം ഹെഡിങ് ആന്റിജൻ, തേർഡ് കോളം ഹെഡിങ് ആന്റിബോഡി ആൻഡ് ഫോർത്ത് കോളം ഡൊണേറ്റഡ് ടു അല്ലെങ്കിൽ ആർക്കൊക്കെ നൽകാം. ഫിഫ്ത് കോളം എന്ന് പറഞ്ഞാൽ റിസീവ് ഫ്രം അല്ലെങ്കിൽ ആരിൽ നിന്നുമൊക്കെ സ്വീകരിക്കാം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, കോളം വൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്ത്. എനിക്ക് എഴുതി കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അതിന് ആദ്യത്തെ നമ്മൾ കോളം വൈസ് ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഓരോ കോളം വൈസ് ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പൊ നോക്കൂ, ആദ്യത്തെ കോളം എന്താണ്? ഫസ്റ്റ് കോളത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ കോളം ബ്ലഡ് ഗ്രൂപ്പ് ആണ്. നമുക്കറിയാം, നമ്മളിപ്പോ പഠിച്ചല്ലോ, 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ? എത്രയാണ്? 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ അത് യഥാക്രമം താഴേക്ക് എഴുതിക്കോളൂ. എ ബി, എ ബി ഒ. താഴേക്ക് എഴുതാം കേട്ടോ. എ എഴുതാം, തൊട്ടടിയിൽ ബി എഴുതാം, പിന്നെ എ ബി എഴുതാം, ഒ എഴുതാം. അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പ് ഫില്ല് ചെയ്തല്ലോ. അപ്പൊ ഫസ്റ്റ് കോളം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോളത്തിലോട്ട് വരുവാണ്. അവിടെ എന്താണ്? ആന്റിജൻസ്. അത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എ എന്ന ആന്റിജനും, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ഏതായിരിക്കും? ബി എന്ന ആന്റിജനും, എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എയും ബിയും എന്ന ആന്റിജനും. ഇനി ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ഉണ്ടാകുമോ? ഇല്ല. ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജൻ ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ് അല്ലെ, ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്. അവിടെ നില്ലെന്ന് എഴുതിക്കോളൂ, ഇല്ലാന്ന് എഴുതിക്കോളൂ ഒയുടെ നേരെ. ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡ് കോളം നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കള്? ക്ലിയർ ആണ്. അപ്പൊ ഇനി നമ്മൾ തേർഡ് കോളത്തിലോട്ട്, നമ്മൾ കോളം വൈസ് ആണ് കേട്ടോ ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇനി തേർഡ് കോളത്തിലോട്ട് നമ്മൾ പോവാണ്. എന്താണ് എഴുതുന്നത്? ആന്റിബോഡി അല്ലേ നമ്മൾ തേർഡ് കോളത്തിന് ഹെഡിങ് കൊടുത്തത്. ആന്റിബോഡി എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, ആന്റിജൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ആന്റിബോഡി ആയിരിക്കും ഉണ്ടാവുക? ബി ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? ബി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നോക്കൂ, എയുടെ നേരെ ആന്റിജൻ എയുടെ നേരെ ആന്റിബോഡിയുടെ സ്ഥാനത്ത് ബി ആയിരിക്കും. അതുപോലെ ബി ആന്റിജന് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് പറയുന്ന ആന്റിബോഡി ഉണ്ടായിരിക്കും. ഇനി ശ്രദ്ധിക്കണം, എ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ആന്റിജൻസ് എയും ബിയും ഉണ്ട്. അവിടെ ആന്റിബോഡി ഉണ്ടാകുമോ? ഇല്ല. നില്ലായിരിക്കും കേട്ടോ, നില്ലായിരിക്കും. ആന്റിബോഡി ഇല്ല. അപ്പൊ നമ്മൾ സെക്കൻഡ് പോയിന്റ് പഠിക്കുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഒന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ അടുത്ത പോയിന്റ് കൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് എ ബി ആണ്. നോട്ട് ചെയ്ത് വെക്കാം. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി ആണ്. അത് കൺഫ്യൂഷൻ ആവരുത്. ആന്റിജൻ ഇല്ലാത്തത് ഒ ഗ്രൂപ്പും ആന്റിബോഡി ഇല്ലാത്തത് എ ബി ആണ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെന്ന് ഓർക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ആന്റിബോഡി ഇല്ലാന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആന്റിയുടെ എ ഓർക്കാം, ബോഡിയുടെ ബി ഓർക്കാം. എ ബി. ഓക്കെ. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ബി ആണ്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവിടെ ഇല്ലാന്ന് എഴുതിക്കോളൂ കേട്ടോ. ആന്റിബോഡി ഇല്ലല്ലോ എ ബിക്കകത്ത്, അപ്പൊ ഇല്ല അല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതിക്കോളൂ. അടുത്തത് ഒ ഗ്രൂപ്പ് ആണ്. ഒ ഗ്രൂപ്പിനകത്ത് ഏതൊക്കെ ആന്റിബോഡീസ് ഉണ്ടാവും? ആന്റിജൻ ഇല്ല. ഓക്കെ. ആന്റിബോഡി ഏതാണ്? എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. കറക്റ്റ് ആണ് ജോബി. എയും ഉണ്ടാവും ബിയും ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തതാണ്. അപ്പൊ ആ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർത്ത് കോളത്തിലോട്ട് പോവുകയാണ്. ഫോർത്ത് കോളം എന്തായിരുന്നു? ഡൊണേറ്റഡ് ടു അല്ലെങ്കിൽ നമുക്ക് ആർക്കൊക്കെ നൽകാം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഞാൻ, എനിക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. അതിനകത്ത് ഏത് ആന്റിജൻ ആണുള്ളത്? എ അല്ലേ ഉള്ളത്. അപ്പൊ എ എന്ന് പറയുന്ന സെയിം ആന്റിജൻ ഉള്ളവർക്ക് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എക്കും കൊടുക്കാം. എന്താണ് ചെയ്യാം? ഓയിലും ആന്റിബോഡി ഇല്ല അല്ല മോളെ, ഓയിൽ ആന്റിബോഡി ഉണ്ട് കേട്ടോ. ഓയിൽ ആന്റിബോഡി ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട് കേട്ടോ. ഓയില് ആന്റിബോഡി ഉണ്ട്. ആന്റിബോഡി ഇല്ലാത്ത ഒരേ ഒരു ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ് കേട്ടോ. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ്. തെറ്റിപ്പോവല്ലേ? എ ബി ആണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ ആയിട്ട് ആന്റിബോഡി ഉണ്ട്.
എയും ബിയും. അതിനകത്ത് ഇല്ലാത്തത് ആന്റിജൻ ആണ് കേട്ടോ, ആന്റിജൻ ആണ് ഇല്ലാത്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, വിട്ടുപോയല്ലോ. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, നമുക്ക് ആർക്കൊക്കെ ഓയിൽ എ ബി അല്ലേ, അതെ 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 കേട്ടോ, എയും ബിയും ആന്റിബോഡീസ് ഉണ്ടാവും. നമ്മളിപ്പോ പറയുന്നത് ഫോർത്ത് കോളമാണ് കേട്ടോ, ആർക്കൊക്കെ നമുക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, എനിക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും, ഞാൻ എ ഗ്രൂപ്പിലാണല്ലോ, എന്റെ ആന്റിജൻ എ ആണല്ലോ, അപ്പൊ സെയിം ആന്റിജൻ ഉള്ളവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എ കാർക്കും കൊടുക്കാം, എ ബി കാർക്കും കൊടുക്കാം. കറക്റ്റ് ആണ് കേട്ടോ ജോബി, എക്കും കൊടുക്കാം എ ബിക്കും കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ബി ബ്ലഡ് ഗ്രൂപ്പ്. ഈ ബ്ലഡ് ഗ്രൂപ്പിന് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ബി ആന്റിജൻ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാം, ബിക്കും കൊടുക്കാം എ ബിക്കും കൊടുക്കാം. അത് എ ബിക്ക് അകത്തും ആന്റിജൻ എയും ബിയും വരുന്നില്ലേ, ബി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കൊടുത്തൂടെ, ബി ആൻഡ് എ ബി. കറക്റ്റ്. ഇനി നോക്കൂ, ഇനി എന്താ പറയുന്നത്, എ ബി. എന്താണ് എ ബി? എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, എയും എ ബിക്ക് അത് എയും ബിയും ആന്റിജൻ ആണുള്ളത് അല്ലെ, അപ്പൊ എയും ബിയും ആന്റിജൻ ഉള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാ, എ ബി ആണ്. എ ബിക്കാർക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എ ബിക്കാർക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നോക്കിയേ, ഓ ആണ് അല്ലെ, ഓ ആണ്. ഓ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറയുന്നത്, ആന്റിജൻസ് ഇല്ല അല്ലെ, എന്ന് നേരത്തെ പഠിച്ചൊരു പോയിന്റ് ആണ്. ആന്റിജൻസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ത്, ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ പ്യുവർ ആണല്ലേ ഇവിടെ. അതായത് ഒരു മനുഷ്യന്റെ പ്രതിരോധ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കാനായിട്ട് അവിടെ ആരും ഇല്ല, ആന്റിജൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആന്റിജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കയ്യിൽ പ്യുവർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ദാനം ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ, ആന്റിജൻസ് ഒന്നുമില്ല. ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എഴുതിക്കോളൂ, ആ കോളത്തിൽ ഓൾന്ന് എഴുതിക്കോളൂ, എല്ലാവർക്കും കൊടുക്കാം. ആ ഒരു കാരണം കൊണ്ടാണ് ഓ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്, യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ത്, ഓ ഗ്രൂപ്പ് കേട്ടോ. കോമൺ ആയിട്ട് പറയുമ്പോൾ ഓ ഗ്രൂപ്പ്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, അത് അടുത്തതിന് നമ്മൾ പറയും. ജനറൽ ആയിട്ട് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഓ ഗ്രൂപ്പ് ആണ്. കാരണം എന്താ, അതിനകത്ത് ആന്റിജൻസ് ഒന്നുമില്ല, പ്യുവർ ആണ്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം പ്യുവർ ആണ്, നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുത്തൂടെ, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മള് ഫോർത്ത് കോളം ഫിൽ ചെയ്തു. ഇനി നമ്മൾ ഫിഫ്ത് കോളത്തിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ കോളം വൈസ് ആണ് ഫിൽ ചെയ്തുകൊണ്ട് പോയത്. അപ്പൊ ഫിഫ്ത് കോളത്തിലേക്ക് നമ്മൾ കടത്താണ്. എന്തായിരുന്നു ഫിഫ്ത് കോളത്തിൽ ഞാൻ പറഞ്ഞത്, റിസീവ് ഫ്രം അല്ലെ, അതായത് ആരിൽ നിന്നും സ്വീകരിക്കാം. അങ്ങനെയല്ലേ പറഞ്ഞത്, ആരിൽ നിന്നും സ്വീകരിക്കാം. എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എനിക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അവിടെ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, എന്റെ സെയിം ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്നും ആന്റിജൻസ് ഒന്നുമില്ലാത്തവരിൽ നിന്നും എനിക്ക് ബ്ലഡ് സ്വീകരിക്കാം. എന്നോട് പറയാം, എന്താണെന്നാ പറഞ്ഞത്, ആന്റിജൻ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും മാത്രവും, പിന്നെന്താണ് ആന്റിജൻസ് ഒന്നുമില്ലാത്തവരിൽ നിന്നും. എന്ന് പറഞ്ഞ ആന്റിജൻസ് ഒന്നുമില്ലാത്ത ആൾക്കാരെ നമ്മൾ പഠിച്ചു, ഓ ഗ്രൂപ്പ് ആണ്. ഓയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാനായിട്ട് പറ്റും. ഓ എല്ലാത്തിലും കോമൺ ആയിട്ട് വരും കേട്ടോ. അറിയുന്ന സ്വീകരിക്കാൻ പറ്റാം, നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും ആന്റിജൻസ് ഒന്നുമില്ലാത്തവരിൽ നിന്നും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ എഴുതാലോ, എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, എ എന്ന് പറയുന്ന ആന്റിജൻ ഉള്ള എയിൽ നിന്നും സ്വീകരിക്കാം, ആന്റിജൻസ് ഒന്നുമില്ലാത്ത ഓയിൽ നിന്നും സ്വീകരിക്കാം. ക്ലിയർ ആണല്ലോ? അതെ, എ എന്തോ. അടുത്തത് എന്താണ്, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ. ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാല് ബി എന്ന ആന്റിജൻ ഉള്ളവരിൽ നിന്നും എനിക്ക് ബി എന്ന ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്നും അതുപോലെ ആന്റിജൻസ് ഒന്നുമില്ലാത്തവരിൽ നിന്നും എനിക്ക് സ്വീകരിക്കാം. അപ്പൊ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, ബിയിൽ നിന്നും സ്വീകരിക്കാം, ഓയിൽ നിന്നും സ്വീകരിക്കാം. അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതാണ് എന്ത്, എ ബി ഗ്രൂപ്പ്. അടുത്തത് ഏതാണ്, എ ബി ഗ്രൂപ്പ് കേട്ടോ. എ ബി ഗ്രൂപ്പില് നമ്മൾ ഒരു കാര്യം പഠിച്ചു വെച്ചു, എന്തായിരുന്നു, ആന്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്ത്, എ ബി ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിക്കാം. നമ്മൾ എന്താ പറഞ്ഞ, ആന്റിബോഡി ഇല്ലല്ലോ എ ബിക്കകത്ത്. ആന്റിബോഡി എന്തായിരുന്നു, അതായത് ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആര്, ആന്റിബോഡി അല്ലെ. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ് ആര്, ആന്റിബോഡി എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല, ആന്റിബോഡീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ശരീരത്തിൽ ആന്റിബോഡീസ് ഒന്നുമില്ല, ഇവിടെ പ്രതിരോധിക്കാനായിട്ട് ആരും നിൽപ്പില്ല. അപ്പൊ ധൈര്യമായിട്ട് തന്നെ വരുന്നവരെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സ്വീകരിക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? ഇവിടെ ആരെങ്കിലും പ്രതിരോധിക്കാൻ നിൽക്കുമ്പോഴല്ലേ വരുന്നവർക്ക് പ്രശ്നമുള്ളൂ. ഇവിടെ ആന്റിബോഡി ഇല്ലല്ലോ, പ്രതിരോധിക്കാൻ ആരും നിൽക്കില്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് അവർക്ക്
ഇങ്ങോട്ട് വരെ നമുക്ക് സ്വീകരിക്കാനും സാധിക്കും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് റിസീവ് ഫ്രം എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. ആർക്ക്? എല്ലാവരിൽ നിന്നും എ ബിക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താ? ആന്റിബോഡി ഇല്ലാന്നേ. ആന്റിബോഡി എന്ന് വെച്ചാൽ പ്രതിരോധിക്കാൻ ഇവിടെ ആരും നിൽക്കില്ല. ധൈര്യമായിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങോട്ട് പോരാ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എ ബിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. എന്താണ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ്. ഇതാണ് ഞാൻ പറഞ്ഞത്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി. കാരണം എന്താ? ആന്റിബോഡി ഇല്ല. അപ്പൊ ആന്റിബോഡി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയവർക്ക് ഈസി ആയിട്ട് കാര്യം മനസ്സിലാവും. ആന്റിബോഡി എന്ന് വെച്ചാൽ പ്രതിരോധിക്കാൻ, ആന്റിജനിക്കെതിരെ പ്രതിരോധിക്കുന്ന ആളാണ് അല്ലെ. അതുകൊണ്ട് പ്രതിരോധിക്കാൻ ആരുമില്ല. ആന്റിബോഡി ഇല്ല, പ്രതിരോധിക്കാൻ ആരുമില്ല. വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് കയറി ഇങ്ങോട്ട് പോരാണ് നമുക്ക് സ്വീകരിക്കാം. ഇവിടെ ആരെങ്കിലും തടസ്സം നിൽക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അത് യൂണിവേഴ്സൽ എന്താണ്? റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ 2 പോയിന്റ്സ് പഠിച്ചു കേട്ടോ. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ എന്ന് നമ്മൾ പഠിച്ചു. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി എന്ന് പഠിച്ചു. യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത് ഒ ഗ്രൂപ്പ് ആണെന്ന് പഠിച്ചു. അതുപോലെ സാർവത്രിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പ് ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ. അടുത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിനകത്ത് എന്താണ്? ആന്റിജൻസ് ഇല്ല അല്ലെ. ആന്റിജൻസ് ഇല്ല. പക്ഷെ നമുക്ക് ആരിൽ നിന്നും സ്വീകരിക്കാൻ, ഞാൻ പറഞ്ഞ എന്താ? സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും ആന്റിജൻസ് ഒന്നും ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഓൾറെഡി ആന്റിജൻസ് ഇല്ല. പിന്നെ ആരിൽ നിന്ന് സ്വീകരിക്കാം? ആന്റിജൻസ് ഒന്നുമില്ലാത്ത ഓയിൽ നിന്ന് തന്നെ സ്വീകരിക്കാം. അപ്പൊ ഒ ഗ്രൂപ്പുകാർക്ക് ഓയിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിന് ഈ ടാബുലർ കോളിങ്ങിന് കാണാപ്പാഠം പഠിക്കേണ്ട. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ. തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടാബുലർ കോളം എക്സ്ട്രാ ആയിട്ട് തന്നത് കേട്ടോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട 4 പോയിന്റ്സ് ഇതിന്ന് പഠിച്ചത്. ആന്റിജൻസ് ഒന്നും, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ശ്രദ്ധിക്കാം. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ് ഏതാണ്? ഒ ഗ്രൂപ്പ്. അതുപോലെ ആന്റിബോഡി ഓർക്കാൻ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു. ആന്റിയുടെ എ ഓർക്കുക, ബിയുടെ ബി ഓർക്കുക. അപ്പൊ ആന്റിബോഡി എ ബി. മനസ്സിലായോ? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി എന്ന് നമ്മൾ മനസ്സിലാക്കി. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഒയും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എ ബിയുമാണെന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എ ബി ഒ ടൈപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും ഇതിലേക്ക് വന്നത്. അതായത് ബ്ലഡ് ബാങ്കിൽ ആദ്യം നടത്തുന്ന പ്രാഥമിക പരിശോധന എന്താണ്? ഗ്രൂപ്പ് തിരിച്ചറിയുക അല്ലെ. ഗ്രൂപ്പ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് നോക്കണ്ടേ, എന്നിട്ട് വേണ്ട ആൾക്കാർക്ക് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നടത്തുന്ന ടെസ്റ്റ്. എ ബി ഒ ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്. എ എഫ് ബിക്ക് എ ബി ബ്ലഡ് മനസ്സിലായില്ല. എക്ക് എ ബി ഒ പറ്റില്ലേ? ഇല്ല. റിസീവ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. റിസീവ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നാം. അതായത് ഞാൻ പറഞ്ഞത് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും, സെയിം ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്നും, ഞാൻ മാത്രം എന്ന് പറയുന്ന ഒരു വേർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സെയിം ആന്റിജൻ മാത്രമുള്ളവരിൽ നിന്നും ആന്റിജൻസ് ഒന്നും ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം. എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് സെയിം ആന്റിജൻ വരുന്ന എയും ഉണ്ട് എ ബി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നി. കാരണം അതിനകത്തും എ വരുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എന്ത് നിൽക്കുന്നുണ്ട്? ഇപ്പോഴത്തെ ആന്റിബോഡി എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിബോഡി ബി നിൽപ്പുണ്ട്. അവിടുന്ന് ബി എന്ന് പറഞ്ഞ ആന്റിജൻ വന്നു കഴിഞ്ഞാൽ അൺഗ്ലൂട്ടിനേഷൻ ഇടവരും. മനസ്സിലായോ? അൺഗ്ലൂട്ടിനേഷൻ വരും. രക്തം പ്ലോട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. അതായത് സെയിം ആന്റിജൻ മാത്രം, ആ മാത്രം ഞാൻ പ്രത്യേകം പറയുന്നതാണ്, മാത്രം ഉള്ളവരിൽ നിന്നും അതുപോലെ ആന്റിജൻസ് ഒന്നും ഇല്ലാത്തവരെ സ്വീകരിക്കണം. അപ്പൊ ക്ലിയർ ആയോ? എ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ മനസ്സിലായി. അതായത് എ ഓൾറെഡി നമുക്ക് സ്വീകരിക്കാം. അപ്പൊ എ ബിക്ക് അത് എയും വരുന്നുണ്ടല്ലോ മിസ്, പിന്നെ എന്താ സ്വീകരിക്കാൻ പറ്റാത്തത്? കാരണം എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ആരുണ്ട്? ആന്റിജൻ ഇപ്പൊ ഉണ്ട്, ഇപ്പുറത്ത് ആന്റിബോഡി ഉണ്ട്, ബി അറിയാം. അപ്പൊ എന്തുണ്ടാവും? അഗ്ലൂട്ടിനേഷൻ ഇടവരും. ഇപ്പൊ സ്വീകരിക്കാൻ പറ്റും. അതാണ് മാത്രം എന്ന് പറയുന്ന വേർഡിനെ ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ് ചെയ്യുന്നത്? എ ബിയുടെ റിസീവ് ഫ്രം ഒന്ന് പറഞ്ഞു തരൂ ഒന്നുകൂടി. എ ബിക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? എ ബിക്ക് നമ്മളെ എ ബി എന്ന് പറയുന്നതിന് എന്തില്ല? ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി. മനസ്സിലായോ? പ്രതിരോധിക്കാനായിട്ട് ഇവിടെ ആരും നിൽപ്പില്ല. ധൈര്യമായിട്ട് എല്ലാവരെയും നമുക്ക് സ്വീകരിക്കാം. എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം കേട്ടോ. എ ബിക്ക് എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം. ഞാൻ നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞതാണ്. ആന്റിബോഡി എന്ന് വെച്ചാൽ പ്രതിരോധിക്കുന്ന ആൾക്കാരാണ്.
ഇവിടെ പ്രതിരോധിക്കാനായിട്ട് ആരും നിൽപ്പില്ല. അപ്പൊ ധൈര്യമായിട്ട് സ്വീകരിക്കാം. മനസ്സിലായോ? ആർക്ക് പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതൊന്നും ട്രേഡ് സംഭവം. പിന്നെ എന്താ പറഞ്ഞത്? അപ്പൊ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ അത് തിരിച്ചറിയാനുള്ള ടെസ്റ്റിംഗ് നമ്മൾ എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത്. ബിയുടെ ആന്റിജൻ A അല്ലേ? തെറ്റാണ് മോളെ. ബിയുടെ ആന്റിജൻ B തന്നെയാണ് കേട്ടോ. ആന്റിജൻ സെയിം ആയിരിക്കും, ആന്റിബോഡി ആയിരിക്കും ഡിഫറെന്റ് ആയിട്ട് വരിക. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കേൾക്കണം കേട്ടോ. അല്ലെന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുമ്പോൾ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് അരാജകത്വം നമുക്ക് തോന്നും. മിസ് എന്ത് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് തോന്നിപ്പോകും. മനസ്സിലായി? ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ പറയാം കേട്ടോ, ഒന്നുകൂടെ പറയാം കേട്ടോ. ശരി, അല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും, നമ്മുടെ പോർഷൻസ് നീങ്ങൂല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. അടുത്തത് എന്താണ്? RH ടൈപ്പിംഗ്. അപ്പൊ ഇത് ABOന്റെ ടാബുലർ കോളം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ? ഇനി അടുത്തതാണ് എന്ത്? RH ടൈപ്പിംഗ് കേട്ടോ. RH ടൈപ്പിംഗ്, അതായത് RH ഫാക്ടർ. അതാണ് നേരത്തെ ആരോ എന്നോട് ചോദിച്ചത്, പോസിറ്റീവിന്റെ നെഗറ്റീവിന്റെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നും. O പറഞ്ഞില്ലെന്നോ? O പറഞ്ഞല്ലോ. ഓക്കെ എന്തില്ല? ഓക്കെ ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ഓയിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇനി അടുത്ത ഫാക്ടറാണ് RH ടൈപ്പിംഗ്, അതായത് റീസസ് ഫാക്ടർ എന്ന് പറയും. എന്താണ് റീസസ് ഫാക്ടർ? അത് തന്നെ, പൂജ കറക്റ്റ് ആണ്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതാണ് ഇത് RH. നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് ഇത് RH കേട്ടോ. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡിന്റെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചതും RH ഫാക്ടർ കണ്ടെത്തിയതും ആര് തന്നെയാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹം റീസസ് എന്ന് പറയുന്ന കുരങ്ങുകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് RH എന്ന് പറയുന്ന ഫാക്ടറിനെ കണ്ടെത്തിയത്. അപ്പൊ അതിനോടുള്ളൊരു ബഹുമാനാർത്ഥമായിട്ടാണ് അതിന് RH ഫാക്ടർ എന്ന് പേര് കൊടുത്തത് കേട്ടോ. RH എന്ന് പേര് കൊടുത്തത്. റീസസിന് ഷോർട്ട് ആക്കിയിട്ടാണ് RH എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് RH ഫാക്ടർ? അത് ഇതുപോലെ തന്നെ RBCയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ്. അത് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്, പാരമ്പര്യമായിട്ടും പിന്തുടർച്ചയൊക്കെ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് RH ഫാക്ടർ. RH ഫാക്ടർ ഞാൻ ശ്രദ്ധിക്കേണ്ട, RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ല എങ്കിൽ, ആബ്സെന്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവും, RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത്ര ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, RH ഫാക്ടർ ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കണം, വരുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ എവിടെ നടത്തുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. അപ്പൊ 2 ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ എന്ത് ടെസ്റ്റ് ആണ് അവർ പറയുന്നത്? Screening for any accidental red blood cell antibodies that may cause the complications in the recipient, that is transfusion reaction tests. ഒന്നുകൂടെ ഞാൻ പറയാം. Screening for any accidental red blood cell antibodies that may cause the complications in the recipient, that is transfusion reaction test. അതായത് റെസിപ്പിയന്റ് അഥവാ സ്വീകർത്താവ്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആയിരിക്കും അല്ലെ? റെസിപ്പിയന്റ് ഒരു പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ ഈ സ്വീകർത്താവില് സങ്കീർണതകൾ ഉണ്ടാക്കിയേക്കാവുന്ന ചില ആകസ്മികമായിട്ടുള്ള ആക്സിഡന്റൽ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്ത് നോക്കണം. അതുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് നോക്കും. അങ്ങനെയുള്ള ടെസ്റ്റിംഗ് എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ബോഡിയിൽ സെൽഫായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ട്, എയും ബിയും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതല്ലാതെ വരുന്ന ആന്റിബോഡീസ് എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ആന്റിബോഡീസ് ആണ്. അങ്ങനത്തെ ഒരെണ്ണമാണ് ഈ പറഞ്ഞ ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടായാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? അത് സ്ക്രീൻ ചെയ്ത് നോക്കണം, കറക്റ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്ത് നോക്കണം. കാരണം അത് ഈ പറഞ്ഞ സ്വീകർത്താവിന്റെ ശരീരത്തിലേക്ക് അത്തരം എന്തെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ചെന്ന് കഴിഞ്ഞാൽ ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസിനെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യും.
എന്ന് വെച്ചാൽ നശിപ്പിച്ച് കളയുക. അതിൻ്റെതല്ലാത്ത ആന്റിബോഡീസിനെ അത് നശിപ്പിച്ച് കളയും. അതൊരു അബ്നോർമൽ ആന്റിബോഡിയാണ് കേട്ടോ. അതായത് ഇപ്പൊ എന്റെ ബ്ലഡ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാനിരിക്കുകയാണ്. എന്റെ ബ്ലഡിനകത്ത് കറക്റ്റ് ആയിട്ട് ചെക്ക് ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കും. എന്റെ ഇതിനകത്ത് പെട്ടെന്ന് ഒരു റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടായിരുന്നു എന്റെ ബ്ലഡിനകത്ത്. ഞാനതൊരാൾക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്തുണ്ടാവും അറിയുമോ? ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിനെ മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പൊ എന്റെ ബ്ലഡ് വാങ്ങിയ ആളുടെ സ്ഥിതി എന്തായിരിക്കും? അവസ്ഥ എന്തായിരിക്കും? തീരുമാനം അല്ലെ? അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ, അതാണ് ഞാൻ പറഞ്ഞത്, സ്വീകർത്താവില് സങ്കീർണതകൾ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എവിടെ നടത്തണം? ബ്ലഡ് ബാങ്കിനകത്ത് നടത്താറുണ്ട്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്തരത്തിൽ വല്ല റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അത് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല, വിടാനായിട്ട് പാടുന്നതല്ല. കാരണം അത് പേഷ്യന്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്ലിയർ ആണല്ലോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതിന് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണത്. ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ നടക്കുകയും. ഇതൊന്നുകൂടെ പറയാമോ ഇർഷാന? അതായത് മോളെ ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്, അതായത് സ്വീകർത്താവില്, ഞാൻ ഒന്നുകൂടെ വായിച്ചു പറയാം. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause the complications in the recipient, that is transfusion reaction test. അതായത് നമ്മള് ട്രാൻസ്ഫ്യൂഷൻ പഠിച്ചല്ലോ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വീകരിക്കുന്ന ആളുണ്ടല്ലോ, സ്വീകർത്താവില് ചിലപ്പോ സങ്കീർണതകൾ ഉണ്ടാക്കിയേക്കാവുന്ന ചില റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടാകാം. അബ്നോർമൽ ആയിട്ടുള്ളതാണ് ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വല്ലതും കൊടുക്കുന്ന ബ്ലഡിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകൾ എവിടെ നടത്തുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഇത്തരം റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ട്, അബ്നോർമൽ ആന്റിബോഡീസ് ആണ്. ഇതെങ്ങാനും സ്വീകർത്താവിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ ശരീരത്തിലുള്ള, അതിനെ വരെ അത് നശിപ്പിച്ച് കളയും. മനസ്സിലായോ? അപ്പൊ അയാളുടെ അവസ്ഥ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കും. അപ്പൊ അങ്ങനെ വല്ല റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡി നേരത്തെ ചെക്ക് ചെയ്യണ്ടേ? കൊടുക്കണേക്കാളും മുമ്പ് നേരത്തെ തന്നെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ അത് ഒഴിവാക്കിയേക്കണം. ക്ലിയർ ആയല്ലോ? അടുത്തത് സ്ക്രീനിങ് ഫോർ RH ഫുൾ ഫോം ഒന്നുകൂടെ. RH എന്ന് വെച്ചാൽ റീസസ് കേട്ടോ. RHESUS റീസസ് ഫാക്ടർ. അത് ആദ്യത്തെ ടെസ്റ്റ് എന്താണ്? ABO ഗ്രൂപ്പ് ടെസ്റ്റ് നമ്മൾ നോക്കും. ഗ്രൂപ്പ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് നടത്തും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാനുള്ള ടെസ്റ്റിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ആക്സിഡന്റൽ ആയിട്ടുള്ള ഏതെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്, അബ്നോർമൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് ചെയ്തു നോക്കും. സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു നോക്കും. ഉണ്ടെങ്കിൽ അത് അത്തരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വിടാൻ പാടുള്ളതല്ല കേട്ടോ. മനസ്സിലായല്ലോ കാര്യം? അടുത്ത പോയിന്റ് ആണ് ഇത്. 4ാമത്തെ പോയിന്റിലേക്ക് വരാം. സ്ക്രീനിങ് ഫോർ current or past infections including hepatitis viruses B and C, human immunodeficiency virus അഥവാ HIV, പിന്നെന്താണ് ട്രിപ്പോനിമ പാലിഡം അഥവാ സിഫിലിസ്. എന്താണ് ഞാൻ തുടക്കം പറഞ്ഞിരുന്നു അല്ലെ? നമ്മൾ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളാണ് ഇതൊക്കെ. ട്രാൻസ്ഫ്യൂഷന് മുമ്പ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കൽ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഡിസീസസോ ഉണ്ടോ എന്നുള്ളത് എന്ത് വേണം? ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ പ്രധാനപ്പെട്ട ചില അസുഖങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അസുഖങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നെ ടെസ്റ്റ് എവിടെ നടത്താറുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടത്താറുണ്ട്. കാരണം എന്താണ്? ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും തന്നെ ബോഡി ഫ്ലൂയിഡ്സിലൂടെ, ദാറ്റ് മീൻസ് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാവുന്ന രോഗങ്ങളാണ്. ക്ലിയർ ആയല്ലോ? രോഗിയെ വളരെ ഗുരുതരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കാവുന്ന ചില അസുഖങ്ങളിൽ പെടുന്നവയാണ് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് B and C, അതുപോലെ തന്നെ HIV, പിന്നെ സിഫിലിസ് അഥവാ ട്രിപ്പോനിമ പാലിഡം. ഇതെല്ലാം തന്നെ ഇതിലൂടെ വരുന്നതാണ്? ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളാണ്. അപ്പൊ ആദ്യത്തെ അസുഖം എന്താ പറഞ്ഞത്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ? എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. കരൾ വീക്കം ട്ടോ. കരൾ വീക്കത്തിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് കലശലായി കഴിഞ്ഞാൽ പിന്നെ ലിവർ സിറോസിസ് അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ വന്ന് ലിവർ ആകെ ഡാമേജ് ആയിട്ട് പോകും. ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C എന്ന് പറയുന്നത് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖമാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് തന്നെ A ഉണ്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ ഡ്യൂ ടു വൈറസ്. അതന്നെ ആനന്ദകൃഷ്ണൻ കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്. അതായത് B and C ഉണ്ടല്ലോ, Aയും Bയും Cയും Dയും ഒക്കെ ഉണ്ട്. അതിനകത്ത് Aയും Dയും ഒക്കെ
കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കണ്ടാമിനേറ്റഡ് ഫുഡ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതവിടെ നിന്നോട്ടെ, നമുക്ക് ഇത് പഠിച്ചാൽ മതി. ബിയും സിയും ആണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞോളം ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ. കരളിന് ഉണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. അറിയാലോ, കരള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് നമ്മുടെ ശരീരത്തിന്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പൊ അതിനൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. അടുത്തതാണ് എന്ത്, ഹ്യൂമൻ ഇമ്മ്യൂണോ. ഈ അസുഖങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, കാരണം ഇതിനു വേണ്ടി മാത്രമുള്ള ടെസ്റ്റിംഗ് എവിടെ നടത്താറുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടത്താറുണ്ട്. അടുത്തത് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV അല്ലെ. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെ, ഇമ്മ്യൂൺ എന്ന് വെച്ചാൽ പ്രതിരോധം, പ്രതിരോധത്തിന് എന്താണ് നശിപ്പിക്കുന്ന, ഡെഫിഷ്യന്റ് ആക്കുന്ന ഒരു വൈറസ് ആണിത് HIV എന്ന് പറയുന്നത്. ഈ HIV വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണിത് എയ്ഡ്സ് എന്ന് പറയുന്നത്. ആണല്ലോ, അറിയാലോ നിങ്ങൾക്ക് എയ്ഡ്സ്. ഇത് നമ്മളെ HIV വൈറസ് എന്തിനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയാനുള്ള കാരണം കേട്ടോ. പ്രതിരോധ ശക്തിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ പ്രതിരോധ ശക്തി കുറഞ്ഞു പോയ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഒരുപാട് അസുഖങ്ങൾ നമ്മളിലേക്ക് കയറും അല്ലെ. ഒരുപാട് അസുഖങ്ങൾ വേഗം വേഗം പിടിപെടും. അങ്ങനെ രോഗങ്ങൾക്ക് മുഴുവൻ അടിമപ്പെട്ട് അവസാനം വളരെ സിവിയർ ആയിട്ട് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് രോഗി മരണപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, കുറെ വർഷങ്ങളോളം എടുത്തിട്ട് ഈ പ്രതിരോധ ശേഷിനെ ബാധിച്ച് അതിനെ വളരെയധികം എന്താ പറയാ കുറച്ച് അവസാനം മനുഷ്യന് ഒരു രോഗമൊന്നും പ്രതിരോധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണ് ആ രോഗി മരണപ്പെടുന്നത്. അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് ഏത് വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്, ഈ HIV വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എയ്ഡ്സ്. അടുത്ത ആളാണ് ട്രിപ്പോനിമ പാലിഡം അഥവാ സിഫിലിസ് എന്ന് പറയുന്നത്. സിഫിലിസ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറങ്കിപ്പുണ്ണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സിഫിലിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് കേട്ടോ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് സിഫിലിസ് എന്ന് പറയുന്നത്. അത് വൈറസ് മൂലം ഉണ്ടാകുന്നതല്ല, ബാക്ടീരിയ ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പൊ ഏത് ബാക്ടീരിയയാണ്, ആ ബാക്ടീരിയയുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ട്രിപ്പോനിമ പാലിഡം. എന്താണ് ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖമാണിത് സിഫിലിസ് എന്ന് പറയുന്നത്. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ദി ബാക്ടീരിയ ട്രിപ്പോനിമ പാലിഡം. വൈറസ് അല്ലാട്ടോ, വൈറൽ ഇൻഫെക്ഷൻ അല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ഇത് ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഈ അസുഖങ്ങളുണ്ടല്ലോ, അതുണ്ടോന്നുള്ളത് എവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ അസുഖങ്ങളാണെന്ന് പറഞ്ഞത്, ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C, അതുപോലെ ഹ്യൂമൻ HIV ആൾസോ സെക്ഷുവലി ട്രാൻസ്മിറ്റ്. റൈറ്റ്, അതെ ആണ്. പക്ഷെ അത് HIV ഉള്ള ഒരാള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് എന്ത് സംഭവിക്കും, ആ ബ്ലഡിലൂടെ മറ്റേയാൾക്കും കൂടെ വരും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. നമ്മള് അങ്ങനെയുള്ള ടെസ്റ്റിങ് ചെയ്യും. വരുന്ന ബ്ലഡിനകത്ത് HIV സിഫിലിസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് കൊടുത്ത് അവർക്ക് വരില്ലേ, HIV ഒക്കെ വരില്ലേ അവർക്ക്. ഓക്കെ, ഞാൻ ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാം. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്, ഉറക്കം വരുന്നുണ്ടോ? ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല, ഉറങ്ങല്ലേട്ടാ. ബോറടിക്കുന്നുണ്ടോ? ഉറങ്ങിപ്പോവലേ. അടുത്തത് ശരി, അപ്പൊ നോക്കാം. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ്. നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവാണ്. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ്, ഏതൊക്കെയാണ് ബ്ലഡിന്റെ തരങ്ങൾ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മള് 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് നമുക്ക്. ഏതൊക്കെയാണ്, A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പുകളെല്ലാം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ എത്ര എണ്ണം വരും? 8 എണ്ണം വരില്ലേ? 8 എണ്ണം വരില്ലേ? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് A പോസിറ്റീവ്, A നെഗറ്റീവ്, Bക്ക് B പോസിറ്റീവ്, നെഗറ്റീവ്, ABക്ക് പോസിറ്റീവ്, നെഗറ്റീവ്, Oക്ക് പോസിറ്റീവ്, നെഗറ്റീവ്. എത്ര ടൈപ്സ് ആയി? 8 ടൈപ്പ് കേട്ടോ. 8 ബ്ലഡ് ടൈപ്പ്. ഗ്രൂപ്പുകൾ 4 എണ്ണം. അതിന് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ 8 എണ്ണം ഉണ്ടാവും. അപ്പൊ നോക്കിയേ, 8 ബോക്സ് അല്ലേ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താ അതിനകത്ത് പറയുന്നത്? ഈ ബോക്സ് ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട കേട്ടോ. അതില് മനസ്സിലാക്കേണ്ട 2 പോയിന്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതായത് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ്, ഒരു മിനിറ്റ് ഞാനൊന്ന് വെള്ളം നോക്കിട്ടെ.
എങ്ങനെ പറഞ്ഞത്? According to the American Association of Blood Banks, delivery of blood types includes the following. അതായത് ഈ ടാബുലർ കോളം എന്ത് ഇൻഫർമേഷനാണ് തരുന്നത്? അതായത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സർവേയുടെ ഒക്കെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഒരു വിവരങ്ങളാണ് ഈ ടാബുലർ കോളത്തിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ് ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ്. അതായത് ഒരു ബ്ലഡ് ടൈപ്പുകളുടെ വിതരണത്തെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ് അവര് ഈ ഒരു ടാബുലർ കോളത്തിൽ തന്നിരിക്കുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നോക്കിയേ, ORH പോസിറ്റീവ്. RH പോസിറ്റീവ് എന്ന് എടുത്ത് പറയണ്ട, RH ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്ന്, അപ്പൊ O പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മതി. O പോസിറ്റീവ് 39%, A പോസിറ്റീവ് 31%, B പോസിറ്റീവ് 9%, A നെഗറ്റീവ് 6%, AB പോസിറ്റീവ് 3%, B നെഗറ്റീവ് 2%, O നെഗറ്റീവ് 9%, and AB RH നെഗറ്റീവ് 1%. അപ്പൊ നമ്മൾ ഇതിന് പെർസെന്റേജ് ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? നോക്കിയേ, 39% കൂടി അവിടെ ആരെ മുന്നിട്ട് നിൽക്കുന്നത്? O പോസിറ്റീവ് ആണല്ലോ. അതിൽ നിന്നൊരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന്, മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇത് O പോസിറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായാലും ആ ഒരു കാര്യം നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അതായത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇത് O പോസിറ്റീവ്. കാരണം നോക്കിയേ, 39% അതാണ് വന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് മോസ്റ്റ് കൂടുതൽ ഏതാ? A പോസിറ്റീവ് ആണല്ലോ, 31% ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ തിരിച്ചും പറയാലോ, ലീസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഏതാണ്? ലീസ്റ്റ് കോമൺ. അതായത് ഏറ്റവും കുറവ് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB നെഗറ്റീവ് ആണ് കേട്ടോ. AB നെഗറ്റീവ് ആണ് ഏറ്റവും കുറവ് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ്. അത് വെറും 1% മാത്രമാണ് ഉള്ളത്. 1% മാത്രമാണ് ഉള്ളത്. ക്ലിയറായോ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ഗ്രൂപ്പ് ആണ് O പോസിറ്റീവ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇതില് കുറച്ച് പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണ് അല്ലെ. അതിനെ തന്നെയാണ് സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത്. അതുപോലെ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB ആണ്. അതിനെ നമ്മൾ സാർവത്രിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അതുപോലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് O പോസിറ്റീവും ഏറ്റവും കുറവ് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് AB നെഗറ്റീവും ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. എന്താണത്? വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ്? ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ. എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇത് നമ്മൾ തുടക്കം പറഞ്ഞ കാര്യം തന്നെയാണ്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ് അല്ലെ. ബ്ലഡിലെ ഇലമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോണത്. ഞാൻ ക്ലാസ്സിൽ തുടക്കത്തിൽ ചോദിച്ചിരുന്നു നിങ്ങളോട് ബ്ലഡ് കമ്പോണൻസ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ പറഞ്ഞത്. 4 കമ്പോണൻസുകളാണ് ഉള്ളത്. ഓക്കെ, 4 കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണത്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്മ ഉണ്ട്. അങ്ങനെ ഓരോ കമ്പോണൻസിനും ഡിഫറെന്റ് ഫങ്ഷൻസും ആണ് ഉള്ളത്. മനസ്സിലായോ? ഓരോ കമ്പോണൻസിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് ഫങ്ഷൻസുമാണ് ഉള്ളത്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. When the blood or one of its constituent part is transferred, each component serves many functions that includes the following. ഫസ്റ്റത്തെ ആളാരാണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെ, RBC അഥവാ ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ എന്ന് പറയും. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. These cells transport oxygen to the tissues in the body and are commonly used to treat of anemia. എന്താ പറയുന്നത്? എന്താ അതിന്റെ ഫംഗ്ഷൻ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഓക്സിജൻ സംവഹനമാണ് അതിന്റെ ഫംഗ്ഷൻ. ഓക്സിജൻ സംവഹനമാണ് അതിന്റെ ഫംഗ്ഷൻ. മനുഷ്യന്റെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓക്സിജൻ സംവഹനം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ. അതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. and are commonly used to treat of anemia. Anemia എന്താ? വിളർച്ചയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഓക്സിജൻ സംവഹനമാണ് ഇതിന്റെ ഫംഗ്ഷൻ, RBCയുടെ ഫംഗ്ഷൻ. അപ്പൊ RBCനെ അതിനെ സഹായിക്കുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്.
ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണെന്ന് അറിയാമോ? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അയൺ ആണ് കേട്ടോ. ഇതാണ് അയൺ ആണ്, ഇരുമ്പാണ്. അപ്പൊ നമുക്കറിയാം ഈ റെഡ് ബ്ലഡ് സെൽസ് കുറയുന്ന സമയത്ത് എന്ത് വരും? അനീമിയ വരും, നമുക്ക് വിളർച്ച വരും. വിളർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കണ്ണിന്റെ താഴെ ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ വെളുത്തിരിക്കും. കാരണം ഈ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പം എന്താണ്, നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് സപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് കൂടുതൽ ഉണ്ടാവാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ അന്നേരം അനീമിയ വരില്ല, വിളർച്ചയൊക്കെ കൂടും. അപ്പൊ വിളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞോണം ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് കുറയുമ്പോഴാണ് നമുക്ക് അനീമിയ വരുന്നത് കേട്ടോ. അനീമിയ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനെ ചികിത്സിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെഡ് ബ്ലഡ് സെൽസ് സപ്ലൈ ചെയ്താൽ മതി. അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കാം, RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. ഇത് മാത്രം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, ഓക്സിജൻ സംവഹനം. അടുത്ത ആളാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. They help the blood to clot and are used to treat leukemia and other forms of cancer. എന്താണ്? ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രക്തകോശമാണെന്ത്? പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് ക്ലോട്ട് ആവാൻ അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശത്തിനെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നു. ആൻഡ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ദ ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. എന്താണ് ലുക്കീമിയ? ബ്ലഡ് ക്യാൻസർ കേട്ടോ, രക്താർബുദം. നമ്മുടെ ശരീരത്തിൽ WBCയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലുക്കീമിയ എന്ന് പറയുന്നത് കേട്ടോ. ക്രമാതീതമായി വർദ്ധിച്ചാൽ സാധാരണ നമുക്ക് നോർമൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് WBCയുടെ കൗണ്ടൊക്കെ കുറച്ച് കൂടും. അപ്പോഴൊക്കെ നമുക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്സ് ഒക്കെ എഴുതി തരും. ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴേ WBCയുടെ കൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്. ലുക്കീമിയ എന്ന് പറയുന്നത് ക്രമാതീതമായിട്ടുള്ള വർധനമാണ് കേട്ടോ. ഭയങ്കര കൂടുതലായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ രക്താർബുദം അഥവാ ലുക്കീമിയ എന്ന് പറയുന്നത്. അതുപോലെ അതർ ഫോംസ് ഓഫ് ക്യാൻസർ, ക്യാൻസറിന്റെ പല ട്രീറ്റ്മെന്റിലും പ്ലേറ്റ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ക്യാൻസർ വരുന്ന പേഷ്യൻസിന് നമ്മൾ കീമോതെറാപ്പി കൊടുക്കും അല്ലെ. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ കൊടുക്കും. അപ്പൊ ഈ റേഡിയേഷൻ തെറാപ്പിയുടെ ഒരു സൈഡ് ഇഫക്റ്റ് എന്നാണ് ഇവർക്ക് ബ്ലീഡിങ്, ബ്രൂയിസിങ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇവർക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബ്ലീഡിങ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ബ്രൂയിസിങ് ഒഴിവാക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ബ്ലഡ് ക്ലോട്ട് ആവണം അല്ലെ. ബ്ലീഡിങ് ഒഴിവാക്കണം അല്ലെ. ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ആ ഒരു പ്ലേറ്റ്ലെറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സൈഡ് ഇഫക്റ്റ്, ഒരുപാട് തരത്തിലുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ട്. കീമോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സൈഡ് ഇഫക്ട്സ് അവർക്ക് വരും. അപ്പൊ അതിലൊന്നാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനൊക്കെ ബ്ലഡ് ക്ലോട്ട് ആവണമല്ലോ. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് എന്താ അവിടെ ആവശ്യം വരും? പ്ലേറ്റ്ലെറ്റ് ആവശ്യമായിട്ട് വരും. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് സപ്ലൈ ചെയ്യുന്നവർക്ക് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്, WBC. ലുക്കീമിയ ലുക്കീമിയ മീൻസ് ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ കേട്ടോ, രക്താർബുദം, ലുക്കീമിയ. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, മിക്കവർക്കും ലുക്കീമിയ ആയിരിക്കും. ആകാശദൂത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ബ്ലഡ് ക്യാൻസർ ആണ് അതിന് ഭാഗമിക്ക്. ഓക്കെ, അടുത്തെന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ WBC അഥവാ ശ്വേത രക്താണുക്കൾ കേട്ടോ. എന്താണ്? ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. WBC നമ്മളെ എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അതാരാണ്? വേറെ ആരുമല്ല, നമ്മുടെ WBC ആണ് കേട്ടോ. ശ്വേത രക്താണുക്കളാണ്. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഇവര് എന്താണ്? മനുഷ്യന്റെ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെ, പ്രതിരോധത്തിന് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു അല്ലെ. അപ്പൊ 4 ഫംഗ്ഷൻസ്, 3 നമ്മൾ പറഞ്ഞു. 3ന്റെ ഫംഗ്ഷൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റെഡ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? ചുവന്ന രക്താണുവിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ഓക്സിജൻ സംവഹനം. പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തത്തിലെ കോശമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്ത കമ്പോണന്റിലേക്ക് നമ്മൾ പോവാണ്. അതാരാണ് നോക്കിയേ? പ്ലാസ്മ. ആരാണ്? പ്ലാസ്മ. എന്താണ് പ്ലാസ്മയെ കുറിച്ച് പറയുന്നത്? The watery fluid part of the blood in which the red blood cells, white cells and platelets are suspended. എന്താണ് പ്ലാസ്മ? രക്തത്തിലെ ദ്രാവക ഭാഗമാണിത് പ്ലാസ്മ എന്ന് പറയുന്നത്. എന്താണ്? രക്തത്തിലെ ഫ്ലൂയിഡ് പാർട്ട്, ദ്രാവക ഭാഗമാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ ഏകദേശം ഒരു 55%, അതായത് 55% എന്താണ്? പ്ലാസ്മയാണ് കേട്ടോ. പ്ലാസ്മയ്ക്ക് ഒരു തരം ഇളം മഞ്ഞ നിറമാണ്.
ഇളം മഞ്ഞ നിറമാണ് കേട്ടോ. അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മുടെ ബ്ലഡിനകത്ത് 55% പ്ലാസ്മയാണ്. അതിനൊരു ഇളം മഞ്ഞ നിറമാണ്. ഈ പ്ലാസ്മയ്ക്കകത്താണ് ആരെ കാണുന്നത്? RBCയെയും അതുപോലെ തന്നെ WBCയെയും പ്ലേറ്റ്ലെറ്റിനെയും ഒക്കെ കാണുന്നത്. ക്ലിയർ ആയോ? ഇനി അതിന്റെ കൂടെ എന്താ പറയുന്നത്? ദ പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി ദ മെനി പാർട്ട് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. അല്ലെ, നമ്മൾ പറഞ്ഞു പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ്. അല്ലെ, ദ്രാവകമായതുകൊണ്ടല്ലേ അതിന് ഒഴുകാൻ പറ്റുന്നത്. അതാണ് അവിടെ പറയുന്നത്. യൂസ്ഡ് ടു ക്യാരി ദ മെനി പാർട്ട് ഓഫ് ദ ബ്ലഡ് ത്രൂ ബ്ലഡ് സ്ട്രീം. അല്ലെ, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പ്ലാസ്മ ഉള്ളത് കൊണ്ടാണ്. കാരണം പ്ലാസ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പാർട്ടാണ്, ദ്രാവക ഭാഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് ബ്ലഡ് ഇങ്ങനെ നമ്മുടെ ബോഡിനകത്ത് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി നോക്കിയേ, പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മുടെ പ്ലാസ്മയ്ക്കകത്ത് 55% പ്ലാസ്മയാണെന്ന് പറഞ്ഞു. പ്ലാസ്മയ്ക്കകത്താണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ വരുന്നത്. ബാക്കി 45% മാത്രമാണ് മറ്റുള്ള രക്തകോശങ്ങളുള്ളൂ കേട്ടോ. 55% പ്ലാസ്മയും ബാക്കി 45% ഈ പറഞ്ഞ RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ 45% വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഭാഗം പ്ലാസ്മയാണ്. അതുപോലെ പ്ലാസ്മയ്ക്കകത്ത് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പ്ലാസ്മയ്ക്കകത്ത് 3 പ്രോട്ടീൻസുകൾ ഉണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് നമ്മൾ അവയെ പറയുക. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? പ്ലാസ്മ പ്രോട്ടീൻസ് ഒന്ന് ആൽബുമിൻ. ഇതാണ് ആൽബുമിൻ. നിങ്ങൾ വെറുതെ വേണമെങ്കിൽ എഴുതി വെച്ചോ. പ്ലാസ്മ പ്രോട്ടീൻ കൊടുത്തിട്ട് അതിനൊരു മൂന്നായിട്ടൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ആൾ ആരാണ്? ആൽബുമിൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ അതേ പൂച്ച കറക്റ്റ് ആണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. അതിനകത്ത് ആൽബുമിന്റെ ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണിത് ആൽബുമിൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? ആന്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ? ആന്റിബോഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ് കേട്ടോ. അടുത്ത ആളാരാണ്? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവാനാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പ്ലാസ്മയ്ക്ക് 3 പ്രോട്ടീൻസ് ഉണ്ട്. നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് പറയുക. പ്ലാസ്മ പ്രോട്ടീൻസ് എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്. ഏതൊക്കെയാണ്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ളത്. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ ആണ് ആന്റിബോഡിനെ ഉൽപ്പാദിപ്പിക്കാനുള്ളത്. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും വായിക്കുമ്പോൾ. എന്താണ് പ്ലാസ്മയുടെ ഫംഗ്ഷൻ? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ഞാൻ ഈ പറഞ്ഞ കാര്യം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അത് ഏത് പ്ലാസ്മ പ്രോട്ടീൻ ആണ്? ആൽബുമിൻ ആണ് കേട്ടോ. ആൽബുമിൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ കോമൺ ആയിട്ട് പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നു ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. അടുത്ത കാര്യം എന്താണ്? പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ബ്ലഡ്. എന്താണ്? ബെറ്റി ആൽബുമിൻ. ആൽബുമിൻ എന്താണെന്ന് അല്ലെ? ആൽബുമിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് കേട്ടോ. പ്ലാസ്മയ്ക്കകത്തുള്ള ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. 3 പ്രോട്ടീൻസ് ഉണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. അതിനകത്ത് ആൽബുമിൻ ആണ് എന്തിനെ സഹായിക്കുന്നത്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത്. ബെറ്റിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. രണ്ടാമത്തെ എന്താ ഫംഗ്ഷൻ പറയുന്നത്? പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. എന്താ പറയുന്നത്? പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ട് ആവാൻ അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് ആവശ്യമുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അതേതാണ് ആ പ്ലാസ്മ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ. ആരാണ്? ഫൈബ്രിനോജൻ. പ്ലാസ്മയ്ക്കകത്തുള്ള പ്ലാസ്മ പ്രോട്ടീൻ ആയ ഫൈബ്രിനോജൻ ആണ് എന്തിനെ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നത്. മനസ്സിലായോ? അടുത്തതാണ് ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് സോഡിയം പൊട്ടാസ്യം ലെവലുകൾ ഉണ്ട്. മിസ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ മാളവിക? ഏതാണ് മോളെ പറയുന്നത്? പ്ലാസ്മയുടെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ പ്ലാസ്മയ്ക്ക് അകത്ത് 3 പ്രോട്ടീൻസ് ഉണ്ട്. 3 പ്രോട്ടീൻസ് ഉണ്ട്. പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ് പറയുക. അതാണ് ഞാൻ പറഞ്ഞത്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്,
ഫൈബ്രിനോജൻ ഉണ്ട്. അതിനകത്ത് ആൽബുമിന്റെ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻ ആയ ആൽബുമിൻ ആണ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിൻ അതായത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ശരീരത്തിലെ ആന്റിബോഡിനെ ഉത്പാദിപ്പിക്കുന്ന ആരാണ്? പ്ലാസ്മയിലെ ഗ്ലോബുലിൻ ആണ് കേട്ടോ. പ്ലാസ്മയിലെ ഗ്ലോബുലിൻ ആണ് ശരീരത്തിലെ ആന്റിബോഡിനെ ഉത്പാദിപ്പിക്കുന്നത്. സ്പെല്ലിങ് ഗ്ലോബുലിൻ, ഗ്ലോബുലിൻ, GLO ബുലിൻ, BULIN, GLO BULIN ട്ടാ, ഗ്ലോബുലിൻ. അടുത്തത് എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏതാണെന്ന് പറഞ്ഞത്? ഫൈബ്രിനോജൻ ട്ടാ. അടുത്തത് ഏതാണ്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള സോഡിയത്തിന്റെയും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന്റെയും ലെവല് ബാലൻസ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആർക്കുണ്ട്? പ്ലാസ്മയ്ക്കുണ്ട്. നമ്മുടെ ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ട്. പമ്പ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്കറിയാലോ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതം ഉള്ള ഒരു സംഭവമാണ്. അതിനകത്ത് സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതും ആര് തന്നെയാണ്? നമ്മുടെ പ്ലാസ്മയാണ്. നമുക്കറിയാലേ, ഇപ്പൊ സോഡിയം പൊട്ടാസ്യം, ഈ സോഡിയത്തിന്റെ ലെവലൊക്കെ താഴ്ന്നു പോകുന്ന അവസ്ഥയൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അല്ലെ, സോഡിയം ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാല് ഈ പിച്ചും വേയൊക്കെ പറയാ, ഒരു വിഭ്രാന്തി പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. നമ്മൾ പറയാറില്ലേ ചില വയസ്സായിട്ട് ആ സോഡിയം കുറഞ്ഞു പോയി. സോഡിയം കുറഞ്ഞു പോകുന്ന വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയാണത്. ഈ പറഞ്ഞ കോമ സ്റ്റേജ് ഒക്കെ ആവും സോഡിയം ഒക്കെ വല്ലാണ്ട് നിങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയുള്ളതാണ് പൊട്ടാസ്യം ട്ടോ. അപ്പൊ നമ്മൾ നോക്കി ഏത് ലവണങ്ങളായാലും നമ്മുടെ ശരീരത്തിലെ ഒരു ബാലൻസിൽ നിന്ന് പോകണം ഇതെല്ലാം, അല്ലെ? വല്ലാണ്ട് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അതൊന്നും ബാലൻസ് ചെയ്ത് പോകണം, അല്ലെ? ഇതാണ് അവർ പറയുന്നത്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇത് ആരുടെ ഫംഗ്ഷൻ ആണ്? പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഞാൻ സോഡിയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പൊട്ടാസ്യം ട്ടോ. പൊട്ടാസ്യത്തിന്റെ അളവൊക്കെ കുറഞ്ഞു. ഇപ്പൊ ഹൈപ്പോകലേമിയ, ഹൈപ്പർകലേമിയ എന്ന് പറഞ്ഞിട്ട് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ ട്ടോ. കാരണം പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാല്, വല്ലാണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൊട്ടാസ്യം ലെവൽ കുറഞ്ഞു പോകാനൊന്നും പാടില്ല. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കരിക്കും വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പൊട്ടാസ്യം കുറഞ്ഞു പോകരുത്. എനിക്ക് അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊട്ടാസ്യം കുറഞ്ഞു പോയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെക്ക് ചെയ്തപ്പോൾ പൊട്ടാസ്യം വളരെ കുറവാണ്, ഭക്ഷണമൊന്നും കഴിക്കാറില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നല്ലോണം പഴമൊക്കെ കഴിക്കണം, നേന്ത്രപ്പഴമൊക്കെ കഴിക്കണം. എന്നിട്ട് എനിക്ക് പൊട്ടാസ്യം ഇൻടേക്ക് തന്നിരുന്നു മെഡിസിൻ. അത് ഒരു സിറപ്പായിട്ടാണ് തന്നത്. അത് പക്ഷെ എനിക്ക് ഒരിക്കലും പൊട്ടാസ്യം സിറപ്പ് ഡയറക്റ്റ് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ പാടില്ല, ഡൈല്യൂട്ട് ചെയ്യും. ചെറിയൊരു ഇതെടുത്തിട്ട് ഒരുപാട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം അത് എന്താ പറയാ നമുക്ക് അത് എടുക്കേണ്ടത്. സോഡിയം കുറയാതിരിക്കാൻ എനിക്കറിയില്ലല്ലോ, സോഡിയത്തിന്റെ കാര്യം എനിക്കറിയില്ല. എന്തൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേണ്ടില്ല, ഭക്ഷണം ഒക്കെ കഴിച്ച് പോകണം, കഴിച്ച് ആരോഗ്യമൊക്കെ ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. ഞാനത് ഇങ്ങനെ പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യം, എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പം അത് ആരുടെ ഫംഗ്ഷൻ ആണ്? പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, അതുപോലെ പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത്, അത് ബ്ലഡിൽ വേറെ വല്ല കമ്പോണന്റ് ആണോ, ഇനി 5ാമതൊരു കമ്പോണന്റ് ഉണ്ടോ, അങ്ങനെ വിചാരിക്കരുത്. 5ാമത്തെ കമ്പോണന്റ് അല്ല, 4 കമ്പോണന്റ് തന്നെയാണ് ഉള്ളത്. കാരണം ഞാനിത് പറഞ്ഞപ്പോൾ വേറെ ക്ലാസ്സിൽ വേറൊരു കുട്ടിക്ക് ഇതുപോലെ ഒരു ഡൗട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാമല്ലോ. അപ്പൊ നോക്കൂ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF അഥവാ ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ, എന്താണ്? ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. അതായത് പ്ലാസ്മയുടെ തന്നെ ഒരു പോർഷനാണ്, പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ്. അത് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നു? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നു. ഏതായിരിക്കാം ക്ലോട്ടിംഗ് ഫാക്ടർ? ഫൈബ്രിനോജൻ. ഏതായിരിക്കും? ഫൈബ്രിനോജൻ. അതായത് ഫൈബ്രിനോജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഫാക്ടർ ആണ് എന്ത്? നമ്മുടെ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് ഫൈബ്രിനോജൻ പഠിച്ചില്ലേ? ആ ഫൈബ്രിനോജന് സപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഈ പറഞ്ഞ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. പ്ലാസ്മയുടെ തന്നെ ഭാഗം. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞില്ലേ? ആ ഫൈബ്രിനോജന് സപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. അത് 5ാമത്തെ കമ്പോണന്റ് ഒന്നും അല്ല കേട്ടോ, പ്ലാസ്മയുടെ തന്നെ ഒരു കമ്പോണന്റ് തന്നെ. മീൻസ് പ്ലാസ്മയിൽ ഒരു
ഫാക്ടർ ആണ് ഇത് ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF. നിങ്ങൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞ അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹീമോഫീലിയ അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണത്. അതൊന്നുകൂടെ പറയുമെന്ന ഏതാണ് മോളെ? ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF. ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറഞ്ഞാൽ പ്ലാസ്മയുടെ തന്നെ ഭാഗമാണ്. ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. അതായത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള പ്ലാസ്മ പ്രോട്ടീൻ ഏതായിരുന്നു? ഫൈബ്രിനോജൻ ഇല്ലേ? ആ ഫൈബ്രിനോജന് സപ്ലൈ ചെയ്യുന്ന ഫാക്ടറാണ്, പ്ലാസ്മയുടെ ഒരു ഫാക്ടറാണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത് കേട്ടോ. അത് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഹീമോഫീലിയ പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ ബ്ലഡ് കട്ട പിടിക്കില്ല, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. അവരുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ, ഈ ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF, അത് കുറവായിരിക്കും. അതാണ് ആരെ സപ്ലൈ ചെയ്യുന്നത്? ഫൈബ്രിനോജന് സപ്ലൈ ചെയ്യുന്നത്. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ നമുക്കറിയാലോ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഫൈബ്രിനോജനിൽ എന്ത് സംഭവിക്കും? ബ്ലീഡിങ് ഉണ്ടാകും. മനസ്സിലായി? അപ്പൊ ഹീമോഫീലിയ ബാധിച്ചിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്ന ഫാക്ടർ കുറവായിരിക്കും. അതുകൊണ്ട് ഫൈബ്രിനോജൻ അവർക്ക് വേണ്ട രീതിയിൽ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥയാണിത് ഹീമോഫീലിയ കേട്ടോ. ഹീമോഫീലിയ എന്ന് പറഞ്ഞ അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ബ്ലഡിലെ കമ്പോണൻസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? RBC എന്തായിരുന്നു ഫംഗ്ഷൻ? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഓക്സിജൻ സംവഹനം. രണ്ടാമത്തെ ആളായിരുന്നു? പ്ലേറ്റ്ലെറ്റ് അല്ലെ? അതായത് ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം. അപ്പൊ ഞാൻ ഒരു കൺഫ്യൂസിങ് ഫാക്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. ശ്രദ്ധിക്കാം കേട്ടോ. അതായത് ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം, ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ ഞാൻ പറയുന്നത് രക്തകോശം, ബ്ലഡ് സെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് എഴുതണം? പ്ലേറ്റ്ലെറ്റ് എന്ന് വേണം ആൻസർ ചെയ്യാൻ. മനസ്സിലായോ? ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തത്തിന്റെ കോശം, രക്തകോശം അഥവാ ബ്ലഡ് സെല്ലിനാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം പ്ലേറ്റ്ലെറ്റ് എന്ന് പറയണം. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, എന്താ ഞാൻ പറഞ്ഞത്? പ്ലാസ്മ പ്രോട്ടീൻ, അണ്ടർലൈൻ ചെയ്യുക, പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം എന്ത് എഴുതണം? ഫൈബ്രിനോജൻ എഴുതണം. രണ്ടിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുക. ഒന്ന് ബ്ലഡ് സെല്ലാണ് കേട്ടോ, പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് സെല്ലാണെങ്കിൽ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻ. അത് ചിലപ്പോൾ എടുത്ത് തന്നെ ചോദിക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനെ ചോദിക്കുകയാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രക്തഘടകം അല്ലെങ്കിൽ രക്തത്തിലെ കോശം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിനകത്ത് രണ്ടും ഉണ്ടാവും. എന്താ? പ്ലേറ്റ്ലെറ്റും ഉണ്ടാവും, ഫൈബ്രിനോജനും ഉണ്ടാവും. അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് രണ്ടും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആള് തന്നെയാണ്. പിന്നെന്താ? പക്ഷെ വ്യത്യാസമുണ്ട്, ചോദ്യത്തിൽ വ്യത്യാസം ഉണ്ടല്ലേ? ബ്ലഡ് സെല്ലാണ് ചോദിക്കണമെങ്കിലാണ് പ്ലേറ്റ്ലെറ്റ് ആൻസർ ചെയ്യുന്നത്. പ്ലാസ്മ പ്രോട്ടീൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉത്തരം മാറും, ഫൈബ്രിനോജനെ എഴുതണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് തോന്നി. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ പിന്നെ പ്രശ്നമില്ലെന്ന്, രണ്ടും കൂടെ ഒക്കെ വരുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ വരുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണമാണെങ്കിൽ പിന്നെ ഇഷ്യൂസ് ഇല്ല. അപ്പൊ നമ്മളത് പറഞ്ഞു. പിന്നെന്തായിരുന്നു? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലേ നമ്മൾ പറഞ്ഞു? അതായത് പ്ലേറ്റ്ലെറ്റിന്റെ കേസ് പറഞ്ഞു. വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുന്നത്? മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ പ്ലാസ്മ എന്താ നമ്മൾ പറഞ്ഞത്? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയ്ക്കകത്താണ് ഈ പറഞ്ഞ RBCയും WBCയും പ്ലേറ്റ്ലെറ്റും ഒക്കെ കാണുന്നത്. അത് മനസ്സിലാക്കി. പിന്നെ പ്ലാസ്മയ്ക്ക് 3 പ്രോട്ടീൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ തന്നെ ഫൈബ്രിനോജൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുക. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ ആന്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുക. ശരീരത്തിൽ ആന്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലാസ്മ പ്രോട്ടീൻ ആണ് കേട്ടോ. പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ഗ്ലോബുലിൻ ആണ്. ഫൈബ്രിനോജൻ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നു. ഈ ഫൈബ്രിനോജനെ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ പ്ലാസ്മയിലെ ഒരു പോർഷൻ ആണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്രയോപ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. അത്രയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഇനി എന്താ പറയുന്നത്? ആൽബുമിൻ, immune globulin and clotting factor concentrate may also be separated and processed for transfusion. അതെ, ബ്ലഡ് സെല്ല് എന്ന് ചോദിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കേട്ടോ. പ്ലാസ്മ പ്രോട്ടീനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെഴുതണം? പ്ലാസ്മയ്ക്ക് എടുത്ത് ചിന്തിക്കണം. അപ്പൊ അത് ഫൈബ്രിനോജൻ ആണ്. ഇനി എന്താ പറഞ്ഞേ? ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് മേ ആൾസോ ബി സെപ്പറേറ്റഡ്
അൺപ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. അതായത് നമ്മൾ തുടക്കം ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ബാങ്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതായത് ബ്ലഡിലെ കമ്പോണൻസുകൾ ഇപ്പൊ എന്താണ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് കമ്പോണൻസ് ആയിട്ടാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആൽബുമിൻ, അതുപോലെ ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ, ഇതൊക്കെ എന്താണ്? പ്ലാസ്മയുടെ പ്രോട്ടീൻ ആണ് അല്ലെ. പ്ലാസ്മയുടെ പ്രോട്ടീൻ ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ പ്രോട്ടീൻ ഫാക്ടർ ഏതാ? ഫൈബ്രിനോജൻ. ഇവയും എന്ത് ചെയ്യാറുണ്ടെന്നാ പറയുന്നത്? സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. മനസ്സിലായോ? സാധാരണ ബ്ലഡിലെ കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മയുടെ പ്രോട്ടീൻസ് ആയിട്ടുള്ള ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ ഫൈബ്രിനോജൻ, അതായത് ക്ലോട്ടിംഗ് ഫാക്ടർ, അതിനും എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ, ട്രാൻസ്ഫ്യൂഷനായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു സമയം ഇപ്പോ ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് ബാലൻസ് ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, താഴത്തെ ഈ ഒരു ഭാഗത്തിലെ ഒരു ചെറിയ പാരഗ്രാഫും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. എന്നിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഞാനൊന്ന് പറയാം താഴത്തെ കേട്ടാ. ഇനിയുള്ളത് വളരെ കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളുള്ളത് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. അതും കൂടെ ഞാനത് പറഞ്ഞു നിർത്താം കേട്ടാ. അതായത് വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് കേട്ടോ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാരണം? ഇതിന്റെ ഒരു പ്രസക്തി എന്താണ് ബ്ലഡ് ബാങ്കിന്റെ? ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അത് പറഞ്ഞ് നമുക്ക് നിർത്താം. നോക്കൂ, ജസ്റ്റ് വായിക്കാം. Typically, the blood transfusion is the process in which the blood components are transferred from one person, that means donor, into the bloodstream of another person, that means recipient. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് അവിടെ പറയുന്നത്. It's the process of transferring blood components from one person to another person. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നു. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. It comes into acts especially as a life-saving process for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. അതായത് ചില രോഗികൾക്ക് എന്തുണ്ടാവാം? സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ. ബോൺ മാരോ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ബോൺ മാരോ എന്താ? അസ്ഥിമജ്ജ അല്ലെ. നമ്മുടെ രക്തകോശങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? അസ്ഥിമജ്ജയിൽ നിന്നാണ്. ഈ അസ്ഥിമജ്ജയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് വേണ്ടത്ര ബ്ലഡ് സെൽസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ സിവിയർ ആയിട്ട് വല്ല ബ്ലീഡിങ് അങ്ങനത്തെ ഒക്കെ വരികയാണെങ്കിലും ബ്ലഡ് ഒരുപാട് ലോസ് ആവും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിലൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് പ്രോസസ് അല്ലെ. ശരിക്കും പറഞ്ഞ ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നതിന് തുല്യമാണ് അല്ലെ. നമ്മള് ജീവന്റെ നദിയെന്നല്ലേ രക്തത്തിന് അറിയപ്പെടുന്നത് അല്ലെ. രക്തദാനം എന്താണ്? മഹാദാനം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ രക്തദാനം എന്ന് പറയുന്നത് ഒരു മഹത്തരമായ ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? ഇതുവരെ പറഞ്ഞ് ഞാൻ എന്താ പറയാ, ഇന്നത്തെ പോർഷൻ ഞാൻ നിർത്താണ്. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിയുമ്പോഴേക്ക് എത്രയുള്ള സമയം നമുക്കുള്ളൂ. പിന്നീടുള്ള കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫ് തൊട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തെല്ലാം ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടു അല്ലെ. നമുക്ക് മനസ്സിലായി ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ അഥവാ പ്രാഥമിക പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചില പരിശോധനകൾ നമ്മൾ കണ്ടു. അതിൽ ഫസ്റ്റ് ആയിരുന്നു എന്ത്? ABO അല്ലെ. അതായത് ടൈപ്പിംഗ് ABO ഗ്രൂപ്പ്, അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് നമ്മൾ നടത്തും. അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു ബ്ലഡുകൾ ഇങ്ങനെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുന്നതിന്റെ അടിസ്ഥാനം ആന്റിജൻസിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ബ്ലഡ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് എപ്പോഴാണ് മിസ്സുന്ന ആരതി? റെക്കോർഡഡ് ക്ലാസ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ റെക്കോർഡഡ് ക്ലാസ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ രീതി. ഇന്നത്തെ ക്ലാസ് പിറ്റേ ദിവസം 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ABO അല്ലെ. അത് ബ്ലഡിനെ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ചതും RH ഫാക്ടർ ഒക്കെ കണ്ടുപിടിച്ചതും ആരാന്നാ പറഞ്ഞത്?
കാൾലാൻഡ് സ്റ്റെയ്നർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എബിയോ ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെന്ന് പറഞ്ഞു. അതുപോലെ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെന്ന് നമ്മൾ പറഞ്ഞു. സാർവത്രിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഒയും സാർവത്രിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പുമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആ ടാബുലാർ കോളം പറഞ്ഞത് കുറെ പേർക്ക് നേരത്തെ ടാബുലാർ കോളം ചെറിയൊരു എന്താ പറയാ കേട്ടില്ല, അങ്ങോട്ട് പറയാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ടാബുലാർ കോളം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഞാൻ 5 കോളം വരയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. 5 കോളം വരച്ചു. ഫസ്റ്റ് കോളത്തിന്റെ ഹെഡിങ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ താഴെയായിട്ട് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പുകൾ എഴുതി എ ബി ഒ എന്ന് പറഞ്ഞ് താഴേക്ക് എഴുതി. പിന്നെ അതിന്റെ സെക്കൻഡ് കോളം ഹെഡിങ് എന്തായിരുന്നു? ആന്റിജൻ. ഏത് ആന്റിജൻ ആണ് ആ ബ്ലഡ് ഗ്രൂപ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത്? അപ്പൊ അതും എന്താണ്? ഞാൻ ഇങ്ങനെ വരാം, എ വരും, ബി വരും, എ ബി വരും, നില്ലെന്ന് വരും, ഇല്ലാന്ന് വരും. മനസ്സിലായല്ലോ? ഞങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിത് പറയുന്നത്. തേർഡ് കോളം ആന്റിബോഡി ആണ്. ആന്റിബോഡി എങ്ങനെയായിരുന്നു? ബി വരും, എ വരും, ഇല്ല, നില്ലെന്ന് വരും, താഴെ എ കോമ ബി, ഒയുടെ നേരെ എ കോമ ബി വരും കേട്ടോ. പിന്നെ അടുത്ത ഫോർത്ത് കോളം എന്താണ്? ഡൊണേറ്റഡ് ടു അല്ലെ. അതിനകത്ത് എ ഗ്രൂപ്പിന് ഏതായിരുന്നു? എ കാർക്കും കൊടുക്കാം, എ ബി കാർക്കും കൊടുക്കാം, എ കോമ എ ബി. പിന്നെ ബി കാർക്കോ ബി കോമ എ ബി, എ ബി കാർക്കോ എ ബി തന്നെ, ഒ കാർക്കോ ഓൾ, എല്ലാവർക്കും കൊടുക്കാം, യൂണിവേഴ്സൽ ഡോണർ. അഞ്ചാമത്തെ കോളം റിസീവ് ഫ്രം ആയിരുന്നു. ആരിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. അപ്പൊ എ ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നും സ്വീകരിക്കാം? എയിൽ നിന്നും സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം, എ കോമ ഒ ട്ടാം. പിന്നെ ബിക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? ബിയിൽ നിന്നും സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം, അപ്പൊ ബി കോമ ഒ. ഇനി എ ബി എന്ന് പറയുമ്പോൾ എന്തില്ല? ആന്റിബോഡീസ് ഒന്നുമില്ല, പ്രതിരോധിക്കാനായിട്ട് ഇവിടെ ആരും നിൽക്കില്ല. എല്ലാവരിൽ നിന്നും വളരെ കൂളായിട്ട് നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം ഇങ്ങനെയാണ് എഴുതിയത്. ഓയുടെ നേരെ അല്ലെ, ഓക്ക് ആരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുള്ളൂ? ഓയിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് RH ടൈപ്പിംഗ് അല്ലെ, അതായത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ അഥവാ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് RH എന്ന് നമ്മൾ പറഞ്ഞു. റീസസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് RH എന്ന് പറയുന്നത്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവും, RH ഫാക്ടർ ഇല്ല എങ്കിൽ, ആബ്സെന്റ് ആണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും ആയിരിക്കും. അപ്പൊ അങ്ങനെ RH ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിൽ നടത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് പറഞ്ഞത് ഏതായിരുന്നു? ഏതെങ്കിലും റെസിപ്പിയന്റിന്റെ ശരീരത്തില് സങ്കീർണതകൾ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആകസ്മികമായ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തും. നാലാമത് പറഞ്ഞ പോയിന്റ് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട്. മെയിൻ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, HIV, സിഫിലിസ്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളൊരു ടാബുലാർ കോളം കണ്ടു. അതിനകത്തുനിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവും, ഏറ്റവും കുറവ് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? AB നെഗറ്റീവുമാണ് അല്ലെ, AB നെഗറ്റീവുമാണ്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിനായിട്ട് മനസ്സിലാക്കി വെച്ചത്. പിന്നെ അടുത്ത നമ്മൾ എന്താ കണ്ടത്? ബ്ലഡിലെ കമ്പോണൻസ് അഥവാ കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു. അതിന്റെ ഫംഗ്ഷനും കണ്ടു. ഏതൊക്കെയാണ്? RBC ഫംഗ്ഷൻ, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഓക്സിജൻ സംവഹനം. പിന്നെന്താ? WBC എന്താ? മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്ലാസ്മ പറഞ്ഞു. നമ്മുടെ ബ്ലഡിനകത്തെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയ്ക്കകത്ത് 3 പ്രോട്ടീൻസ് ഉണ്ട്, പ്ലാസ്മ പ്രോട്ടീൻസ്. അത് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ ആന്റിബോഡീനെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നു. ഈ ഫൈബ്രിനോജനെ സപ്ലൈ ചെയ്യുന്ന പ്ലാസ്മയിലെ ഒരു ഫാക്ടറാണ് ക്രയോപ്രസിപിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്താ കണ്ടത്? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് മനസ്സിലാക്കി അല്ലെ. അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെ പ്രസക്തി അല്ലെ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് RH ഫാക്ടർ ഒന്നുകൂടി പറയാമോ നന്ദിനി? RH എന്ന് പറയുന്നത് റീസസ് ആണ് കേട്ടോ. റീസസ് ഫാക്ടർ എന്ന് പറയും. RHESUS റീസസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് RH എന്ന് പറയുന്നത്.
അതായത് പണ്ട് റീസസ് കുരങ്ങുകൾ ഉണ്ട്. നമുക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. റീസസ് മങ്കീസിന് അടിച്ചു കൊടുത്താൽ മതി, ആ മങ്കീനെ കാണാൻ പറ്റും. അപ്പൊ ഈ റീസസ് കുരങ്ങുകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഫാക്ടർ കണ്ടെത്തിയത്. അപ്പൊ അതിനോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് ഇതിനെ ആർച്ച് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആർച്ച് ഫാക്ടർ നമുക്ക് ഇതുപോലെ ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്, പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ബ്ലഡിലെ ജനറ്റിക്കലായിട്ടൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ആർച്ച് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ പിന്നെന്തായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ വരുന്നത് നാളെ എന്റെ ക്ലാസ് ആയിരിക്കില്ല, നാളെ മിൽഡ്രോസ് മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. മിൽഡ്രോസ് മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും നാളെ ഉണ്ടായിരിക്കാം. ഇനി വിനീത എന്താ പറഞ്ഞേ, ശ്രദ്ധിച്ചില്ലല്ലോ. വിനീത എന്തോ പറഞ്ഞിരുന്നല്ലോ, പെട്ടെന്ന് മെസ്സേജ് വന്നിട്ടു. അപ്പൊ ഞാൻ നോക്കൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിച്ചോളൂ, പറഞ്ഞു. ചോദിച്ചോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. മാം ആന്റിബോഡി കോളം ഒന്നുകൂടി പറഞ്ഞു തരുമോ? ആന്റിബോഡിയുടെ കോളം മാത്രം അല്ലെ? ആന്റിബോഡിയുടെ കോളം മാത്രം പറഞ്ഞാൽ പോരെ? മൂന്നാമത്തെ കോളം ആന്റിബോഡി. അതിനകത്ത് ബി, ഏറ്റവും ഫസ്റ്റ് ബി വരും, താഴെ എ വരും, പിന്നെ നില്ല്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എ കോമ ബി ട്ടാ, എ കോമ ബി. പിന്നെ ബിയും എയും വരുന്നത് ഒന്ന് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ആദ്യത്തെ കോളത്തിൽ ബ്ലഡ് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് അപ്പൊ അതിനകത്ത് ആന്റിജൻ എ ഉണ്ടായിരിക്കും, ആന്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും. മനസ്സിലായോ? ആന്റിജൻ എക്ക് കറസ്പോണ്ടിങ് ആന്റിബോഡി ബി ആയിരിക്കും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ബി ആയിരിക്കും. അപ്പൊ ആന്റിബോഡി ഏതായിരിക്കും? എ ആയിരിക്കും. മനസ്സിലായോ? ഇനി എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻ എയും ബിയും ഉണ്ട്, പക്ഷെ എന്തില്ല? ആന്റിബോഡി ഇല്ല കേട്ടോ. ആന്റിബോഡി ഇല്ല, അതുകൊണ്ടാണ് അതിന് എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻ ഇല്ല, പക്ഷെ ആന്റിബോഡി ഉണ്ട്, എ കോമ ബി ട്ടോ, എയും ബിയും ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു. കിട്ടിയില്ലേ? ഈ റെക്കോർഡിംഗ് ക്ലാസ് നമുക്ക് 12 മണിക്ക് മാത്രമേ കിട്ടുള്ളൂ നാളെ. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരില്ലേ? കാണാൻ പറ്റൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അപ്ലോഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് നിങ്ങളോട് പറഞ്ഞു കേട്ടോ. പിന്നെ നാളെ എന്റെ ക്ലാസ് ആയിരിക്കില്ല, നാളെ ലീഡേഴ്സ് മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ പിന്നെ ബുധനാഴ്ചയാണ് ഇനി നമ്മൾ കാണുക കേട്ടോ. ബുധനാഴ്ച ആയിരിക്കും നമ്മൾ കാണാം. പിന്നെ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം എന്താ പറയാ, ഈ നോട്ട്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രിന്റ് എടുത്ത് വെക്കണം കേട്ടോ. പ്രിന്റ് എടുത്ത് വെക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഓർഗാനോഗ്രാം വേണ്ടായോ? ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ? ഒന്ന് അതിന്റെ കറക്റ്റ് എന്താ പറയാ പൊസിഷൻസ് കറക്റ്റ് ആക്കാൻ മതി. ഓർഡറിൽ എഴുതാൻ വരും. ഓർഡറിൽ എഴുതാൻ വരില്ല, ഓർഡർ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഓർഡറൊക്കെ തെറ്റിച്ചു തരും. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ പറയും. മനസ്സിലായോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിന് പ്രതീക്ഷിക്കാം. പിന്നെന്താണ്, ഫുൾ ഫോം ഒക്കെ ചോദിച്ചൂടെ? ഇപ്പൊ BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അത് അതിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ PRO ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് റിലേഷൻ ഓഫീസർ. പിന്നെ ഒരാളെ തന്നിട്ട് അയാൾ ആരുടെ കീഴിലാണ് വരുന്നത്, ആരുടെ അണ്ടറിലാണ് വരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ആ ഒരു ഇത് അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ അത് എഴുതാനൊന്നായിട്ട് വരില്ല. അതിന്റെ പൊസിഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് വരാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെയാണ്, കറക്റ്റ് ആണോന്ന് അറിയുന്നേ? കറക്റ്റ് ആണോന്ന് അറിയുന്നില്ല. പറയാറില്ലേ ഇതിനകത്ത്? ആൻസർ ഷീറ്റ് വന്നില്ല. വരുന്നുണ്ടല്ലോ, വ്യൂ കാണാമല്ലോ അതില്. അതിലപ്പ തന്നെ കാണുന്നുണ്ടല്ലോ, അതിന്റെ മുകളില് മാർക്ക് വരുന്നുണ്ടല്ലോ. ശ്രദ്ധിച്ചില്ലേ? ശരി, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് പല ഡൗട്ട്സ് ഉണ്ടാകും തുടക്കമായിട്ട് ജോയിൻ ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ വിൻഡോസ് മിസ്സിന്റെ ക്ലാസ് ആണ് കേട്ടോ. നമ്മൾ ബുധനാഴ്ച കാണും. അപ്പോ ടേക്ക് കെയർ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you.